പാലക്കാട്ടെ വംശീയ കൊലയിൽ എന്തുമാത്രം വലിയ ഞെട്ടൽ രേഖപ്പെടുത്തുന്നുണ്ട് സത്യത്തിൽ കേരളം. അതിനെതിരായി രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രതിരോധത്തിന്റെ നിര ഉയർത്താൻ എത്ര കഴിയുന്നു കേരളത്തിന്? ഒരു പോലീസ് കേസ് മാത്രമായി അത് ചുരുങ്ങുമോ? ആൾക്കൂട്ട ആക്രമണങ്ങൾ ഇന്ത്യയെ പിടിച്ചുലയ്ക്കുന്ന ശാപമായി മാറിയതിനു ശേഷം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന BNS-ൽ ഭാരതീയ ന്യായ സംഹിതയിൽ പഴയ IPC പോയല്ലോ. അവിടെ വന്ന ഭാരതീയ ന്യായ സംഹിതയിൽ ആൾക്കൂട്ട കൊലകളെ തടുക്കാൻ വളരെ കർക്കശമായ നിയമമുണ്ട്. പക്ഷേ ആ നിയമം ഇവിടെ ചുമത്തിയിട്ടില്ല എന്ന് കാണാം. ആൾക്കൂട്ടക്കൊല 5-ലധികം പേർ വംശീയമായ കാരണത്താൽ, ജാതീയമായ കാരണത്താൽ, മതപരമായ കാരണത്താൽ, പ്രദേശങ്ങളോടുള്ള വൈരത്താൽ, വ്യക്തിപരമായ വിരോധത്താൽ ഒരാളെ ചേർന്ന് തല്ലിക്കൊന്നാൽ അവരിൽ ഓരോരുത്തർക്കും, സംഘാംഗങ്ങളിൽ ഓരോരുത്തർക്കും വധശിക്ഷയോ ജീവപര്യന്തമോ നൽകാൻ കഴിയുന്ന വകുപ്പാണത്. പക്ഷേ അത് ഇവിടെ ചുമത്തിയിട്ടില്ല എന്ന് കാണാം. ഒപ്പം ഈ കേസിനെ കൈകാര്യം ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള വലിയ വിമർശനം സർക്കാരിനെതിരെ ഉണ്ട്. സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ ആരും ഈ പ്രശ്നത്തിൻ്റെ ക്രൈം സീനിലേക്ക് ഇറങ്ങി വരികയോ അല്ലെങ്കിൽ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ മുന്നിൽ വരികയോ ചെയ്തില്ല എന്ന വിമർശനം 5 ദിവസമായി കേരളത്തിൽ സജീവമായിരുന്നു. ആ കുടുംബത്തിന് നഷ്ടപരിഹാരത്തിന് വേണ്ടി സമരരൂപത്തിൽ ഇരിക്കേണ്ടി വന്നു. അവരുടെ ആദ്യത്തെ ആംബുലൻസ് വാടക ബന്ധുക്കളിൽ നിന്ന് ഈടാക്കേണ്ടി വന്നു. 25,000 രൂപ തരാമെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്ന് തരാം ഈ ശവശരീരം എന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോട് പോലീസ് തന്നെ പറഞ്ഞുവെന്ന് അവിടെ വന്ന ആക്ടിവിസ്റ്റുകൾ ആരോപിച്ചു. ഗവൺമെന്റിന് ഇടപെടാൻ 5 ദിവസം കാത്തിരിക്കേണ്ടി വന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്കൊന്ന് പ്രതികരിക്കാൻ 5 ദിവസം കാത്തിരിക്കേണ്ടി വന്നു. നോക്കൂ, കേരളത്തെ സംബന്ധിച്ച് അതിന് താങ്ങാനാവാത്ത ഒരു നടുക്കമായിരുന്നു വംശീയ കൊലപാതകം. ബംഗ്ലാദേശി മുസ്ലിമാണോ എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരാളെ അടിച്ചു കൊല്ലുക. അപ്പോൾ വംശീയതയുടെ വിഷവേര് വല്ലാതെ ഇറങ്ങിയിരിക്കുന്ന നാടായി നമ്മുടെ നാട് മാറിയോ? അത് അംഗീകരിക്കാൻ അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള പ്രതിരോധം തീർക്കാൻ സർക്കാരിന് മടിയാണോ? ഇത് വംശീയ കൊലപാതകങ്ങളില്ലാത്ത, വർഗീയ സംഘർഷങ്ങളില്ലാത്ത നാടാണ് എന്ന സർക്കാരിൻ്റെ ഷോക്കേസ് പീസ് നഷ്ടപ്പെട്ടു പോകും എന്ന ഭയത്താലാണോ അതിനെക്കുറിച്ച് ഉറക്കെ സംസാരിക്കാത്തത്, അല്ലെങ്കിൽ അത്തരം വകുപ്പുകൾ ചാർത്താത്തത്? വലിയ ചോദ്യമാണ്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് RSS ആണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു, ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. രാഷ്ട്രീയമായ ഷാർപ്നെസ് കുറഞ്ഞ, മൂർച്ച കുറഞ്ഞ ഒരു പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഈ ഭാഗത്തു നിന്ന് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൽ മലയാളിയെ പിടിച്ചു കുലുക്കേണ്ടുന്ന, മലയാളി കൊണ്ടു നടക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ സൗഹാർദ്ദ ജീവിത മോഹത്തിന് മേലെ വീണു വന്ന വലിയ കത്തിക്കുത്താണ് വാളയാറിലെ ആ സംഭവം. പക്ഷെ അതിനോട് നാം എത്ര കർക്കശമായ നില സ്വീകരിക്കുന്നു? ഈ വിഷയം വീണ്ടും സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പം ഈ ചർച്ചയിലുള്ളത് നിതിൻ കണിച്ചേരി CPIM-ൽ നിന്ന്, പാലക്കാട് നിന്ന് ശ്രീ വസന്ത് സുറിയക്ക് കോൺഗ്രസ് നേതാവ്, ഒപ്പം ശ്രീ മിഥുൻ വിജയകുമാർ വലതു നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ശ്രീ നിതിൻ കണിച്ചേരി, ഇതിനകത്ത് ആവശ്യമായ വകുപ്പുകൾ വന്നില്ല എന്നത്, ആ വിമർശനത്തെ എങ്ങനെയാണ് നിങ്ങൾ മറുപടി പറയുക? അല്ല, ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ പോലീസും സർക്കാരുമെല്ലാം വളരെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയത്തെ കാണുകയും ഇതിൽ ആവശ്യമായ പ്രതികളെ ആ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്യുകയും ലഭ്യമായ എല്ലാ തെളിവുകളും ശേഖരിച്ച് കുറ്റവാളികൾ ഒരു നിലയിലും രക്ഷപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ആ പ്രദേശത്തിനകത്ത്, ഞാൻ ആ പ്രദേശത്തിനകത്ത് CPM-ൻ്റെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ചുമതലയുള്ള ഒരാൾ കൂടിയാണ്. പാർട്ടിയുടെ പ്രവർത്തകരെല്ലാം ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ആ പ്രദേശത്തെത്തുകയുണ്ടായിരുന്നു. അവിടെ ഈ സംഭവം ഉണ്ടായി അതിൻ്റെ പിറ്റേ ദിവസം തന്നെ DYFIയുടെ നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധ പരിപാടികൾ ഈ സ്ഥലത്ത് സംഘടിപ്പിക്കുകയുണ്ടായി. ഈ മരണപ്പെട്ടു പോയ ഇദ്ദേഹത്തിൻ്റെ ഈ രാംനാരായണൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി തൃശ്ശൂരിലേക്കാണ് കൊണ്ടുപോയത്. ആ ഘട്ടത്തിൽ തന്നെ അവരുടെ അന്ന് ലഭ്യമായിരുന്ന അവരുടെ ഭാര്യയും അടുത്ത ബന്ധുക്കളുമെല്ലാം ഇന്നലെയാണ് എത്തിയത്. അതിനു മുമ്പുണ്ടായിരുന്ന സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന 2 ബന്ധുക്കൾ, ആ ബന്ധുക്കളുമായും ഒക്കെ സംസാരിച്ചിരുന്നു. ആവശ്യമായ പക്ഷം അവർക്ക് ആംബുലൻസ് സൗകര്യമോ മറ്റേത് സൗകര്യങ്ങളാണ് അവർക്ക് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടെല്ലാ ഈ പിന്തുണയും അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. സംസ്ഥാന സർക്കാരും ഈ കാര്യത്തിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ സംഭവങ്ങൾ, നമ്മുടെ നാട്ടിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ഇതൊരു കേവലം ഒരാൾക്കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മോബിൻ്റെ മാനസിക നിലയിൽ നിന്നുണ്ടായ ഒരു ആക്രമണം എന്നുള്ള നിലയിലേക്ക് ഇതിനെ ചുരുക്കി കാണുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ പ്രദേശം ഈ വാളയാറിനോട് ചേർന്ന് കിടക്കുന്ന, നമ്മുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പുതുശ്ശേരി പഞ്ചായത്തിലെ അട്ടപ്പള്ളം എന്ന് പറയുന്നത് BJPക്കും RSSനുമെല്ലാം അത്യാവശ്യം സ്വാധീനമുള്ളൊരു പ്രദേശമാണ്. ഈ പ്രദേശത്തിനകത്ത് ഇപ്പോൾ ഇയാൾക്കെതിരായി, നിങ്ങൾക്ക് ആ വിഷ്വലുകൾ നമ്മൾ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, ബംഗ്ലാദേശിയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് ഇയാൾ ആക്രമിക്കുന്നത്.
അവിടെ ഒരു വഴിതെറ്റി എത്തിയിട്ടുള്ള വളരെ സമീപ ദിവസങ്ങളിൽ മാത്രം നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുള്ള അവിടെയുള്ള തൊഴിൽ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ വഴിയോ മറ്റു താമസ സ്ഥലത്തിലേക്കൊന്നും മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്തൊരു മനുഷ്യനെ അതിക്രൂരമായി ആക്രമിക്കുമ്പോൾ ഇവർ ആരോപിക്കുന്നത് എന്താ? ബംഗ്ലാദേശിയാണ് എന്ന് അയാളെക്കൊണ്ട് അല്ലെങ്കിൽ അയാളോട് ചോദ്യം ചോദിച്ച് അതിന് അയാൾ മൂളുന്നത് സ്ഥാപിക്കുകയാണ്. ഇവൻ ബംഗ്ലാദേശിയാണ് എന്ന് സ്ഥാപിച്ച് അയാളെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം ഇതിനോടകം പുറത്തു വന്നതാണ്. ഈ മർദ്ദിക്കുന്ന ആളുകളാരാ? അവരുടെ രാഷ്ട്രീയം വിദ്വേഷ രാഷ്ട്രീയം പേറുന്നവരാണ്. എങ്ങനെയാണ് അവർ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുന്നത്? RSSകാരാണ്. RSSൻ്റെയും BJPയുടെയും സജീവ പ്രവർത്തകരും നേതൃത്വ നിരയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമാണ് ഈ പ്രദേശത്തിനകത്ത്. അങ്ങനെ പ്രവർത്തിക്കുന്നവരാണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ഇതിനു മുമ്പ് DYFIയുടെ പ്രവർത്തകനായിരുന്ന വിപിനെയും സ്റ്റീഫനെയും വധയ്ക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളാണ്. ഒട്ടനേകം RSSന് വേണ്ടി BJPക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ള ഒട്ടനേകം കേസുകൾ 15ഉം 16ഉം ഒക്കെ കേസുകളിൽ പ്രതികളായി RSSൻ്റെയും BJPയുടെയും നേതൃത്വം സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണിവർ. അപ്പോൾ RSS ചെലുത്തിക്കൊടുക്കുന്ന തങ്ങളുടെ പക്കലേക്ക് വരുന്ന അണികൾക്ക് ചെലുത്തിക്കൊടുക്കുന്ന അല്ലെങ്കിൽ പകർന്നു കൊടുക്കുന്ന നമ്മുടെ നാട്ടിലെ ഒരു വംശീയമായി ഇത്തരത്തിൽ വിദ്വേഷമുണ്ടാക്കി വർഗീയമായി വിദ്വേഷമുണ്ടാക്കി ആക്രമിച്ച ആ അക്രമത്തിലൊരുവിലാണ് ഇയാൾ കൊല്ലപ്പെടുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ വിഷയത്തെയൊക്കെ തുറന്ന് മറ്റു ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് ഏതാണ്ട് 1.5-2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഈ പ്രതികൾ ഇവരിൽ തന്നെയുള്ള ചില ആളുകൾ, അതുപോലെ തന്നെ അവിടെ RSSന് നേതൃത്വം കൊടുത്തിരുന്ന സുഭാഷ് തുടങ്ങിയിട്ടുള്ള പേരിലുള്ള മറ്റു ചില ആളുകൾ ഈ വാളയാറിൽ നിന്ന് ദേശീയപാതയിൽ നിന്ന് ആലാമരം എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് ഈ പ്രധാനപ്പെട്ട വ്യവസായ മേഖലയിലേക്ക് പോകുന്ന വഴിയുടെ പക്കൽ RSSൻ്റെ നിയന്ത്രണത്തിലുള്ളൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലേക്ക് കയറിയ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ വളരെ ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ ഫോട്ടോസും ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നു. ഞാനിപ്പോൾ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ വേണമെങ്കിൽ ആ സാധനം താങ്കൾക്ക് അയച്ചുതരാം. RSSൻ്റെ സുഭാഷ് എന്ന് പറയുന്ന അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരുത്തൻ ഈ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി അമ്പലത്തിൽ കയറിയതിന് നീ എങ്ങനെ അമ്പലത്തിൽ കയറി ഈ നാട്ടിൽ അമ്പലത്തെ അശുദ്ധമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് RSSകാരൻ ആക്രമിച്ചത് അവിടെ സമീപത്തുള്ള ഒരാൾ ചിത്രീകരിച്ചിരുന്ന ഫോട്ടോസൊക്കെ പുറത്തു വന്നു. അപ്പോൾ RSSൻ്റെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയമാണ് ഈ ആൾക്കൂട്ട വിചാരണയിലേക്കും ഈ രാംനാരായണൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് ഈ പുതുശ്ശേരി പഞ്ചായത്തിന് തന്നെ മറ്റൊരു ഭാഗത്ത് കാളാണ്ടിത്തറ എന്ന് പറയുന്ന BJPക്കും RSSനും സ്വാധീനമുള്ള മറ്റൊരു ഭാഗത്ത് 10-15 വയസ്സുള്ള കുട്ടികൾ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ സാന്താക്ലോസിൻ്റെ വേഷം കെട്ടി മധുരവിതരണവുമായി വാദ്യഘോഷങ്ങളുമൊക്കെയായി കാരൽ ഗാനം പാടിപ്പോയ ആ കുട്ടികളെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും അവരുടെ സാന്താക്ലോസ് വേഷമെല്ലാം വലിച്ചു കീറി അവരുടെ വാദ്യോപകരണങ്ങളെല്ലാം നശിപ്പിച്ചത് ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 8 മണിക്കാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രദേശത്തിനകത്ത് RSSൻ്റെയും BJPയുടെയും നമ്മുടെ നാട്ടിൽ ഇവർക്ക് ഒരു സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ എങ്ങനെയാണ് RSSും BJPയും പെരുമാറുന്നത് എന്ന് ഇതിനോടകം വ്യക്തമാണ്. ഈ കേസിൽ സർക്കാർ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പോലീസ് കൃത്യമായി തന്നെ കേസെടുത്തിട്ടുണ്ട്. 5 ആളുകൾ ഇപ്പോൾ റിമാൻഡിലായിട്ടുണ്ട്. അവരുടെ കസ്റ്റഡി അപേക്ഷ CI കോടതിയിൽ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇന്നിപ്പോൾ തൃശ്ശൂരിലെ കളക്ടർ ഇവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വിമാനമാർഗം ആദ്യം റായ്പൂരിലേക്കും പിന്നീട് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് പരമാവധി ധനസഹായം ഈ കൊല്ലപ്പെട്ട അതുകൊണ്ട് ആ കുടുംബത്തെ അല്ലെങ്കിൽ രക്ഷിക്കാൻ കഴിയുമെന്നുള്ളതല്ല, പക്ഷേ പരമാവധി സാധ്യമായ സഹായം അങ്ങേയറ്റത്ത് ചെയ്യുന്നതിന് വേണ്ടി അത് കുടുംബാംഗങ്ങൾക്ക് കിട്ടുമെന്ന് പക്ഷേ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അത് കേവലമായ ഒരു ആൾക്കൂട്ട ആക്രമണമല്ല RSSകാർ ചെയ്തതാണെന്ന് താങ്കൾ പറഞ്ഞു. രാജ്യത്ത് സമീപകാലത്തുണ്ടാവുന്ന സകലമാന ആൾക്കൂട്ട ആക്രമണങ്ങളുടെയും കഥയെടുത്താൽ അതിൽ ബഹുഭൂരിപക്ഷവും ചെയ്യുന്നത് ഈ ഹിന്ദുത്വ പരിവാരം ചെയ്തു കൂട്ടുന്നതാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോയാൽ പല പേജുകളുണ്ട്, ഡെഡിക്കേറ്റഡ് പേജുകൾ. ഈ രാജ്യത്ത് മുസ്ലിമാണോ എന്ന് ചോദിച്ച് ആക്രമിക്കുന്നതിൻ്റെ, മുസ്ലിങ്ങളുടെ കടകളാണെങ്കിൽ അവിടെ കയറി എന്താ പറയുന്നത് അതിക്രമം കാണിക്കുന്നതിൻ്റെ, ക്രിസ്മസ് ആഘോഷം തടയുന്നതിൻ്റെ, ക്രിസ്മസ് തൊപ്പികൾ വിൽക്കുന്ന ആൾക്കാരെ ഭയപ്പെടുത്തി ഓടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ആൾക്കൂട്ട ആക്രമണം നടത്തുന്നത് ആരെന്ന് ചോദിച്ചാൽ രാജ്യത്തൊരു കൂട്ടരാണ് ബഹുഭൂരിപക്ഷവും നടത്തുന്നത്. ബാക്കിയൊക്കെ മോഷ്ടാവാണെന്ന് വിചാരിച്ച് അടിച്ചു വന്ന ഈ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലെ കഥയാണ്. അതിപ്പോൾ കുറവാണ്. കേരളത്തിലേക്ക് അത് വന്നിരിക്കുകയാണ്. കേരളത്തിലെ സംഘപരിവാരം ആളെ ബംഗ്ലാദേശി മുസ്ലിമാണോ എന്ന് ചോദിച്ച് കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്നതിനെ നമ്മൾ കാണുന്നത് കേവലം ഒരു പോലീസ് കേസായിട്ടാണോ? BNSലെ ആൾക്കൂട്ട ആക്രമണം എന്ന വകുപ്പ് എന്തുകൊണ്ടതില്ല? താങ്കൾ പറഞ്ഞതിൽ എല്ലാ വിശദാംശവും ഉണ്ട്. ഇവരെങ്ങനെയാണ് കൊന്നത് ആ വീഡിയോയിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പരിശോധിക്കുകയാണ് ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് അതൊരാൾക്കൂട്ട ആക്രമണം ചുമത്താൻ പറ്റിയ വകുപ്പ് ചുമത്താൻ പറ്റിയ കേസാണെന്ന്. ആൾക്കൂട്ട ആക്രമണ വകുപ്പ് ചുമത്തിയാൽ എന്തായിരിക്കും ശിക്ഷ? പരമാവധി ശിക്ഷ കിട്ടാൻ പോകുന്ന കേസാണ്. എന്തിനാണ് അതിനകത്ത് ഒളിച്ചു കളിക്കുന്നത്? എന്തിനാണ് ഈ നിങ്ങളുടെ പോലീസ്?
ഇഷാദ്, ഞാൻ ഈ വിഷയത്തിൽ മനസ്സിലാക്കുന്നത് ഈ സംഭവത്തിൽ സുപ്രീം കോടതിയുടെ എല്ലാം മാർഗ്ഗനിർദ്ദേശത്തിനനുസരിച്ചാണ് ഈ വകുപ്പുകൾ ചേർക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി മറ്റു ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ ചേർക്കും. ഇന്നിപ്പോൾ പാലക്കാട്ടെ SP തന്നെ ആ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസ് വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ കുറ്റവാളികൾ രക്ഷപ്പെടരുത് എന്ന് മാത്രമല്ല ഇനി ഒരാൾക്കും ഇത്തരത്തിൽ സുപ്രീം കോടതി മാർഗ്ഗനിർദ്ദേശം വെല്ലുവിളിക്കാൻ കഴിയുന്ന നിലയിൽ കോടതി മാർഗ്ഗനിർദ്ദേശം സുപ്രീം കോടതിയിൽ പോയി ചോദിക്കണം. എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ്, എങ്ങനെയാണ് ചേർക്കാൻ കഴിയുക. രാജ്യത്ത് പലയിടത്തും ഈ കേസുകൾ എടുക്കുന്നുണ്ടല്ലോ. കേരളത്തിൽ തന്നെ ഏതെല്ലാം കേസുകൾ, എന്തെല്ലാം വകുപ്പുകൾ നമ്മൾ ഇടുന്നു. തീർച്ചയായും നിഷാദ് ആദ്യം നിഷാദിന് അറിയുന്നതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. സ്വാഭാവികമായും ഒരു കേസ് ഉണ്ടാകുമ്പോൾ ആ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ പോലീസ് എടുക്കുന്ന വകുപ്പുകൾ ഒരു പക്ഷേ പിന്നീട് ദിവസങ്ങൾ 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ അന്വേഷണം കൂടുതൽ വ്യക്തതയിലേക്ക് എത്തുമ്പോൾ അതിനാവശ്യമായ പക്ഷേ ഇത് വളരെ 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 വീഡിയോ എവിഡൻസ് ഉള്ള ഒരു കേസല്ലേ, വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് ഉള്ള കേസാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ആൾക്കൂട്ടം ഒരാളെ അയാളുടെ വംശം ചോദിച്ചും അയാളുടെ നാട് ചോദിച്ചും അടിച്ചു കൊല്ലുകയാണ്. അത് മുമ്പിലുള്ള യാഥാർത്ഥ്യമാണെന്നിരിക്കെ അതിനുള്ള ആദ്യം ഇടേണ്ട വകുപ്പ് ഈ ആൾക്കൂട്ട ആക്രമണം എന്ന് പറയുന്ന BNS 103 സംതിങ് അല്ലേ, അത് ഇട്ടിട്ടില്ല. അത് ഇട്ടാൽ കംപ്ലീറ്റ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള സംഘപരിവാറുകാർ അട്ടർ ലോക്കിലായി പോവും. അതെന്താ ചെയ്യാത്തതെന്താ? തീർച്ചയായും അത് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ. ഞാനിപ്പോൾ ഈ ചർച്ചയിൽ നമ്മൾ ഈ 4ാമത്തെ ദിവസം അല്ലെങ്കിൽ 5ാമത്തെ ദിവസം ഇരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇതിൽ ചേർക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ ആ കേസ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടത് ഞാനല്ല, അല്ലെങ്കിൽ അത് നിയമപരമായി ഈ കേസ് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. വളരെ ഗൗരവമായി പാലക്കാട്ടെ SP മേൽനോട്ടത്തിലാണ്, IPS ഉദ്യോഗസ്ഥൻ്റെ മേൽനോട്ടത്തിൽ ഈ കേസ് അന്വേഷിക്കുന്നു. അത് ഞാൻ പറഞ്ഞു, ഒരു നിലയിലും ഇത് കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ ഉള്ള സംവിധാനം ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. എനിക്ക് ഇതിൽ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയമായിട്ട് പറയുകയല്ല, പക്ഷേ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു പ്രതികരണമായി എനിക്ക് ഇന്ന് തോന്നിയത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണമാണ്. തീർച്ചയായും ഇത്തരമൊരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന മതനിരപേക്ഷമായൊരു പാർട്ടിയുടെ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ VD സതീശൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള പരാമർശം അല്ലെങ്കിൽ ഈ കേസിനെ ചൊല്ലി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ RSS ആണ് എന്ന് ആ നാട്ടിലെ കോൺഗ്രസ്സുകാർക്കറിയാം. ആ നാട്ടിലെ കോൺഗ്രസ്സുകാർ ആരോപിക്കുന്നുണ്ട്. ഈ നാട്ടിലെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകളെല്ലാം പറയുന്നുണ്ട് ഇത് RSS ആണ്. എന്നാൽ അങ്ങനെ ഒരു ശക്തമായ പ്രതികരണം നടത്താൻ അദ്ദേഹത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മളൊക്കെ കേട്ടതാണ്. മാത്രമല്ല ഇതിൽ മറ്റു ചില സംശയങ്ങളിലേക്കൊക്കെ നമ്മൾ കാണേണ്ടത് ഈ പ്രതികളിൽ ചില ആളുകളെ മാറ്റി നിർത്തുന്നതിനൊക്കെ വേണ്ടി അവിടെയുള്ള പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം പരിശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചില വാർത്തകളും അവിടെയുള്ള നാട്ടുകാരുടെ ഇടയിൽ നിന്ന് അഭിപ്രായങ്ങളായി വരുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പായി വസന്തനോട് കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കാം. പക്ഷേ ഇത് എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു കേസായിട്ടും അതിൽ നിലപാട് പറയാൻ VD സതീശൻ ഭയപ്പെടുകയോ അമാന്തിക്കുകയോ ചെയ്യുന്നത് വിമർശിക്കപ്പെടേണ്ടതാണ്. തർക്കമില്ല, വിമർശിക്കപ്പെടേണ്ടതാണ്. ഷാർപ്പായ വിമർശനമല്ല, പ്രതികരണമല്ല പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളത്. പക്ഷെ അത് നിങ്ങൾ പറയുമ്പോൾ ശരികേടനകത്തുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസിൽ BNSലെ ആൾക്കൂട്ട ആക്രമണ വകുപ്പ് ചുമത്തിയിട്ടില്ല. നമുക്ക് കർണാടകയിൽ ഈ BNS വന്നതിന് ശേഷം മാത്രം 19 20 കേസുകളിൽ ഇതുപോലെ ആൾക്കൂട്ട ആക്രമണ വകുപ്പ് ചുമത്തി കേസ് എടുത്തിട്ടുണ്ട്. വളരെ ഷാർപ്പാണ് അവിടുത്തെ പോലീസ് ഈ കാര്യത്തിൽ. ഇപ്പോൾ അവർ ഹെയ്റ്റിനെതിരായിട്ടുള്ള ബില്ലുണ്ടാക്കിയിരിക്കുകയാണ് ഈ പറയുന്ന വംശീയ വിദ്വേഷത്തിൻ്റെ വരവ് തടയാൻ. അവിടെ മാതൃകയുണ്ട്. ഇവിടെ നിങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സതീശനും പറയാലോ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, വ്യക്തത വരട്ടെ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് പരിശോധിക്കാൻ സമയമെടുക്കുക ഏത് ആൾക്കൂട്ട ആക്രമണ വകുപ്പിടാൻ. നിങ്ങളുടെ പ്രശ്നം ശരിക്കും എന്താണ്? സംഘപരിവാറുകൾ പ്രതികളാവുന്ന കേസുകളിൽ വളരെ കർക്കശമായ വകുപ്പിടാൻ എന്തെങ്കിലും പറ്റാഴികയുണ്ടോ? അതോ ഇനിയിപ്പോൾ ഈ വംശീയ അതിക്രമങ്ങളും ലിഞ്ചിങ്ങും ഒന്നും ഇല്ലാത്ത ഒരു മഹനീയ കേരളമാണ് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളം എന്ന ഖ്യാതിക്ക് വല്ല ഭംഗവും വരുമോ എന്ന് പേടിച്ചിട്ടാണോ ഈ വകുപ്പിടാത്തത്? ശരിക്കുള്ള കാരണം എന്താണ്? പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു കേസിൻ്റെ ഘട്ടത്തിൽ ഞാൻ അതിൽ താങ്കളുമായിട്ട് തർക്കിക്കാനില്ല. ആ വകുപ്പിടണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുമുള്ളത്. നാട്ടിലെ ഗവൺമെൻറ്റിനും അത് തന്നെയാണ് ഉള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിനകത്ത് അതെല്ലാം നടപ്പിലാക്കുന്ന രീതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു അന്വേഷണം വന്നാൽ ആ അന്വേഷണം വാളയാർ CI ആണ് ഈ അന്വേഷണം കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടങ്ങിയിട്ടുള്ളത്. SP മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പ്രതികൾ 5 ആളുകൾ, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഈ 5 ആളുകളിൽ നിന്നോളണമെന്നില്ല. കൂടുതൽ പ്രതികൾ പോലീസിൻ്റെ കസ്റ്റഡിയിലും പോലീസിൻ്റെ നിരീക്ഷണ വലയത്തിലുമുണ്ട്. ഇതിനോടനുബന്ധിച്ച് ചില മായ്ച്ചു കളഞ്ഞ അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ വ്യക്തത വരുത്തുന്ന ചില ദൃശ്യങ്ങൾ, വീഡിയോസൊക്കെ ഇപ്പോൾ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വന്നതിന് പുറമെയുള്ള ചില വീഡിയോ ദൃശ്യങ്ങളും
ദൃശ്യങ്ങളും ചിത്രങ്ങളും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയാണ് ആക്രമിച്ചത്, ഏത് നിലയിലാണ് ആക്രമിച്ചത്, ഇതെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, സമാനമായ മറ്റൊരു സംഭവം ഒരു 1, 2, 10, 15 ദിവസങ്ങൾ, പക്ഷേ ആ അതിഥി തൊഴിലാളി അത് പരാതിപ്പെടാൻ തയ്യാറാവുന്നുണ്ട്, കേസായിട്ടില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു വന്നു തുടങ്ങിയപ്പോഴാണ് അതുമൊക്കെ സജീവമായി ഇപ്പോൾ വന്നിട്ടുള്ളത്. ആ വകുപ്പ് ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഈ കേസെടുക്കും. പിന്നെ RSSനെതിരായോ അല്ലെങ്കിൽ BJPക്കെതിരായോ ഏതെല്ലാം കേസുകൾ എങ്ങനെയൊക്കെയാണ് കേരളത്തിൽ വന്നിട്ടുള്ളത് എന്നും, അങ്ങനെ സർക്കാരിന് ഏതെങ്കിലും നിലയിലുള്ള താല്പര്യം, ചിലപ്പോൾ നിഷാദിന് സംശയം ഉണ്ടായിരിക്കാം, പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്കത് സംശയം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കേരളത്തിൽ RSSും BJPയും എല്ലാം ഒരു മേൽക്കൈ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം തെരഞ്ഞെടുപ്പിലായാലും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ RSSകൾക്ക് ശക്തി ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ എന്തായിരിക്കും നമ്മുടെ സ്വൈര ജീവിതത്തിനും നാട്ടിലെ മറ്റ് മനുഷ്യർക്കും സമുദായങ്ങൾക്കും മറ്റേ മതനിരപേക്ഷമായി ജീവിക്കുന്ന ആളുകൾക്കുമെല്ലാം സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് അത്. നാരായണൻ ബാഗേലിൻ്റെ കാര്യത്തിൽ, രാംനാരായണന്റെ കാര്യത്തിൽ മാത്രമല്ല, തൊട്ടുപുറത്തെ ചോദ്യങ്ങൾ ഇനി ബാക്കിയാണ്. എന്ന് മാത്രമല്ല, ഈ രാംനാരായണന്റെ കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനത്തിൽ വേറെയും പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുൻപ് വസന്ത്, ഇപ്പൊ സർക്കാർ ഈ കേസിനോട് സ്വീകരിച്ച സമീപനത്തിൽ നിങ്ങൾക്ക് വല്ല വിമർശനം ഉണ്ടോ എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഈ സംഭവം ഉണ്ടായ 5 ദിവസം കഴിഞ്ഞിട്ടും ഇതാരാണ് ഈ അക്രമത്തിന് പിന്നിലെന്ന് ലോക്കൽ കോൺഗ്രസ് ഇൻപുട്ട് എടുത്ത് വളരെ കർക്കശമായ ഷാർപ്പായിട്ടുള്ള ഒരു പ്രതികരണം പ്രതിപക്ഷ നേതാവ് കൊടുത്തിട്ടില്ല. RSSകാരാണോ സംഘപരിവാറാണോ എന്ന് ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടിയില്ല. അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ നിലപാട് പറയാൻ സത്യത്തിൽ ഭയപ്പെടുകയാണോ, വഴുതി മാറുകയാണോ, അതോ അദ്ദേഹത്തിന് ഈ വിവരങ്ങളിൽ വലിയ താല്പര്യമില്ല? എന്താണ് ശരിക്കുള്ള കാരണം? എന്താണ്? വ്യക്തത കുറവുമില്ല. വളരെ കൃത്യമായി RSSകാർ മാത്രമല്ല എന്ന് പറയുമ്പോൾ അതിലൊരു CITUകാരൻ കൂടി ഉണ്ട് എന്ന് ചേർത്ത് വായിക്കണം. അതായത് സംഘ്പരിവാർ മനസ്സ് ആവേശിച്ച കമ്മ്യൂണിസ്റ്റുകളും ആ കൂട്ടത്തിൽ ഉണ്ട് എന്നത് ചേർത്ത് വായിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. 2, പാലക്കാട് DCC കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വളരെ കൃത്യമായി ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നവരും അതിന്റെ വെളിയിൽ നിൽക്കുന്നവരുമായ സംഘ്പരിവാർക്കാരുടെ രാഷ്ട്രീയ ചരിത്രവും അവരുടെ എല്ലാ ബന്ധങ്ങളും വളരെ കൃത്യമായി തുറന്നു കാണിച്ചുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആ പാലക്കാട് DCC നൽകിയ ഇൻപുട്ടാണ് പലപ്പോഴും മീഡിയ വൺ അടക്കമുള്ള പ്രാദേശിക ലേഖകന്മാർ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. അത് നോക്കിയാൽ അങ്ങേക്ക് കാണാം. ഇനി നിതിൻ കടിച്ചേരിയോട് 2-3 ചോദ്യങ്ങൾ. ഒന്ന്, സെക്ഷൻ 103(2) BNS. അതിലേക്ക് വന്നോളൂ. നിതിൻ കടിച്ചേരിയോട് തന്നെ താങ്കൾ ചോദ്യം ചോദിക്കണം. പക്ഷേ എനിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് RSSനെ വിമർശിച്ചില്ല എന്നാണ് എൻ്റെ ചോദ്യം. ഇത് സംഘ്പരിവാർ മനസ്സാണെങ്കിൽ, മനസ്സ് സംഘ്പരിവാറുകാരാണെങ്കിലാണ് അത് പറയാതെ അദ്ദേഹം ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ആർക്കും കൊടുക്കാമല്ലോ. അതല്ല, കേരളത്തിൻ്റെ ഒരു മതനിരപേക്ഷ മനസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പ്രതികരണം ഉണ്ടായില്ല പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന്. അത് ഈ ഒറ്റവാചകത്തിൽ വിശദീകരിച്ച തീരുകയല്ല വസന്തേ. അല്ല, വളരെ കൃത്യമായിട്ടാണ് നിഷാദ് ഞാനത് പറഞ്ഞത്. അതായത് ഇതിൽ സംഘ്പരിവാറിനൊപ്പം സംഘ്പരിവാർ മനസ്സ് ആവേശിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളും പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അത് പറഞ്ഞില്ലല്ലോ. CITUകാരനെ കാണുന്നില്ലേ? അപ്പൊ എന്റെ ചോദ്യം, വാട്ട് വാസ് യുവർ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അതിനകത്ത് വല്ലതും ഉണ്ടോ? അല്ല, അന്ന് തന്നെ പറയൂ, എന്താ അതിലൊരു കുഴപ്പമുള്ളത്? കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു, ആണെന്ന് കേൾക്കുന്നല്ലോ എന്ന് പത്രക്കാർ ചോദിക്കുമ്പോൾ അത് പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്നൊരു വ്യക്തതയില്ലാത്ത വർത്തമാനം പറയാം. ഇത് ഉണ്ടാവാൻ പാടില്ലാത്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സർക്കാരിനോട് വളരെ കാർക്കശ്യമുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട, കേരളത്തിൻ്റെ ഒരു സെക്യുലർ ഒരു മതനിരപേക്ഷ ബോധത്തെ റെപ്രസെന്റ് ചെയ്യേണ്ട വാചകങ്ങളിലെ വരേണ്ടത് ആക്രമിക്കുന്ന വാചകങ്ങൾ വരണ്ടേ? അത് ഉണ്ടായില്ലെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയല്ലല്ലോ. കേരളം നാണിച്ച് തലകുടിക്കുകയാണ്. ഇതിന് ഉത്തരം പറയേണ്ട സംസ്ഥാനത്തെ പോലീസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത്. അത് തന്നെയാണ് അതിന്റെ ശരിയും. കാരണം നമ്മൾ ഈ സംഘ്പരിവാറിന്റെ വാനരസേനയാവട്ടെ, കുരങ്ങൻ സേനയാവട്ടെ, അങ്ങനെ പല പേരുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ കൂട്ടർക്ക് കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ്? ഞാൻ വളരെ കൃത്യമായി നിഷാദ് പറയാം. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ഈ നെല്ല് വിതയ്ക്കലുണ്ടല്ലോ, അതിന്റെ വിളവെടുപ്പാണ്. ആ വിളവെടുപ്പിന്റെ ഭാഗമായാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം കൊല ചെയ്യപ്പെടുന്നത്. ആ വിളവെടുക്കുന്നതിന്റെ അകത്ത് വലിയ പങ്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമുണ്ട്. കഴിഞ്ഞ ദിവസം സർക്കാരിനെതിരെ ഒരു പാട്ട് വരുന്നു. ആ പാട്ട് പാടി നടന്ന അത്രയും കാലം ഇവർക്ക് പ്രശ്നമില്ല. ആ പാട്ട് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചപ്പോൾ ഇവർക്ക് പ്രശ്നമില്ല. പക്ഷേ 1 മാസം കഴിഞ്ഞ് ആ പാട്ടിന്റെ എല്ലാവിധ കാര്യങ്ങളും കഴിഞ്ഞ് ഒടുക്കം അതൊരു മുസ്ലിം നാമധാരിയാണ് എഴുതിയത് എന്ന് കണ്ടപ്പോ അയാളെ മുസ്ലിം ലീഗുകാരനാക്കി ചാപ്പ കുത്തി അയ്യോ മതവികാരം വ്രണപ്പെട്ടെ എന്ന് പറയാൻ ഇറങ്ങി പുറപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർക്കും ഈ വിളവെടുപ്പിന്റെ അകത്ത് നെല്ല് വിതച്ചതിന്റെ അകത്ത് ഒരു പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി ശബരിമല ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിലേക്ക് ആനയിക്കുന്ന മുഖ്യമന്ത്രിക്കും പങ്കുണ്ട് എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസിനുള്ളത്, ഞങ്ങൾക്കുമുള്ളത്. നോക്കൂ, ഇപ്പോ
നിതിൻ ഗഡ്കരി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ത്? സുപ്രീം കോടതിയുടെ വിവിധ റൂളിങ്ങുകൾ പരിശോധിക്കണമെന്ന്. സെക്ഷൻ 103(2) BNS, അതായത് മോബ് ലിഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് പുതിയ BNS-ൽ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പാണ്. ആ വകുപ്പ് ആവശ്യപ്പെടുന്ന 3-4 റിക്വയർമെന്റ്സ് ആണ് ഉള്ളത്. ഒന്ന്, 5-ലേറെ പേർ ആ മോബ് ലിഞ്ചിങ്ങിൽ ഉണ്ടാവണം. അത് ഈ കേസിൽ ഉണ്ട്. 2, ഒരു റേസ് അല്ലെങ്കിൽ സെക്സ് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ലാംഗ്വേജ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇന്റൻഷന്റെ പുറത്തായിരിക്കണം മരണം ഉണ്ടാവേണ്ടത്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ച വീഡിയോകളും മീഡിയ വണ്ണടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വീഡിയോകളുടെ ബേസ് എന്ന് പറയുന്നത് നീ ബംഗ്ലാദേശിയാണോ എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിൽ തന്നെ റേസ് ഉണ്ട്, കാസ്റ്റ് ഉണ്ട്, പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്. അതായത് അപരവൽക്കരിക്കാൻ തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ട ഒരു സംഘത്തിന്റെ ഒരു ഇന്റൻഷൻ മനസ്സിലാക്കാൻ ആ വാക്കുകൾ മാത്രം മതി. നീ ബംഗ്ലാദേശിയാണോ എന്ന ഒറ്റവരി ചോദ്യം മാത്രം മതി. സ്വാഭാവികമായും ആ ഇന്റൻഷനും ഇതിൽ പൂർണ്ണാർത്ഥത്തിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്നിട്ടും എന്താണ് കേരളത്തിന്റെ പോലീസിന് ഇത്രമാത്രം മടി? RSSകാർക്കെതിരെ BNS 102(3) ഇടാനും 117(4) ഇടാനും ഇത്രമാത്രം മടി എന്താ? ഏതെങ്കിലും ഒരു പാട്ട് എഴുതുന്ന ഒരാൾക്കെതിരെ മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി കരുതി കൂട്ടി എഴുതിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് FIR ഇടുന്ന കേരളത്തിന്റെ പോലീസിന് ഒരു മനുഷ്യനെ ഒരു ആൾക്കൂട്ടം തല്ലിക്കൊന്നിട്ട് എന്നിട്ട് അത് നോക്കി നിന്ന് കണ്ടു രസിക്കുന്ന പോലീസായി മാറുന്നത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയമാണ് എന്ന് നിതിൻ പറയണ്ടേ? നിതിൻ ആ പാലക്കാടുകാരൻ കൂടിയല്ലേ. മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നതിൽ സർക്കാരിന് പങ്കുണ്ടെന്നാണ്. ഈ BNS-ലെ വകുപ്പുകൾ ചുമത്തുന്നില്ല, അല്ലെങ്കിൽ ഇവർക്ക് നീതി കിട്ടുന്നില്ല, അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാര തുക കൊടുക്കുന്നില്ല, മൃതദേഹം സമയബന്ധിതമായി എത്തിക്കാൻ പറ്റുന്നില്ല എന്നീ കാര്യത്തിൽ നിങ്ങളൊരു സമരരൂപത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ ഇതിനകത്ത്? അല്ലെങ്കിൽ കർക്കശമായ സമീപനം സർക്കാരുകൾ എടുത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ 5 ദിവസത്തിനിടയ്ക്ക്? അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, അവിടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ തങ്കപ്പൻ അദ്ദേഹം വളരെ കൃത്യമായി ആ വിഷയത്തിൽ വളരെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള MP ശ്രീ PK ശ്രീകണ്ഠൻ അടക്കമുള്ളവർ വളരെ കൃത്യമായ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, പ്രതിഷേധങ്ങളുമായി മുമ്പോട്ട് പോയിട്ടുണ്ട്. ഞങ്ങളെ ഭയപ്പെടുത്തുന്നത് കേവലം അവരുടെ ഡെഡ് ബോഡി അവിടേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമല്ല. നമ്മളെ ഭയപ്പെടുത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വിളവെടുപ്പുണ്ടല്ലോ, ആ വിളവെടുപ്പിന്റെ ആദ്യ ഭാഗമാണിത്. 1ാമത്തെ വയലേ വിളവെടുത്തിട്ടുള്ളൂ, ബാക്കി വയലുകൾ ഇവർക്ക് വിളവെടുക്കാൻ തക്ക ഇത്തരം സംഗതികൾ കേരളത്തിൽ ഉണ്ടാവില്ല, അത് ഉറപ്പാക്കുമെന്ന് പറയുന്ന സർക്കാർ സത്യത്തിൽ അത് ഉറപ്പാക്കുന്നുണ്ടോ എന്ന ചോദ്യം കൂടിയാണ് വസന്ത് മുന്നോട്ട് വെക്കുന്നത്. ശ്രീ മിഥുൻ വിജയകുമാർ കൂടി എൻ്റെ കൂടെ. മിഥുൻ, നമ്മൾ മലയാളികൾ എന്ന നിലയ്ക്ക് കേരളത്തിലുണ്ടായിട്ടുള്ള ഈ ലിഞ്ചിങ് കൊലപാതകം താങ്കളെ വിഷമിപ്പിക്കുന്നുണ്ടോ? അത് വലിയൊരു അപമാനമായിട്ട് മലയാളി എന്ന നിലയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്താണ് അക്കാര്യത്തിലുള്ള താങ്കളുടെ ഒരു ഫസ്റ്റ് ടേക്ക് എന്താണ്? നിഷാദ്, ഇങ്ങനെയുള്ള കാര്യം നടന്നു കഴിഞ്ഞാൽ ഒരു മലയാളി എന്നല്ല, ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഏതൊരാൾക്കും വേദനിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പൊ അതിൽ എനിക്ക് വേദനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും രീതിയിലുള്ളത് അത് എഫക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് ചോദ്യമാണ്? അപ്പൊ സാധാരണ ഏതൊരു വ്യക്തിക്കും, മലയാളി എന്ന് പറയുന്ന ഏതൊരാൾക്കും വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഉണ്ടായത്. പിന്നെ അതിന്റെ രാഷ്ട്രീയത്തിലേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ രാഷ്ട്രീയം ഉണ്ടോ, അതിന്റെ രാഷ്ട്രീയം നോക്കിയിട്ടാണോ നിയമം നടപ്പിലാക്കുന്നത് എന്നത് വലിയൊരു എന്താ പറയാ ചോദ്യചിഹ്നമായി കിടക്കുക. കാരണം ഇവിടെ ഇത്രയും നേരം നമ്മൾ സംസാരിക്കുന്നത് രാഷ്ട്രീയം മാത്രമാണ്. അങ്ങനെ രാഷ്ട്രീയം നോക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് 1970-ലെ സൈൻബാരിയിലെ കൊലപാതകം, അതായത് അമ്മയെ മകന്റെ ചോര പുരണ്ട ചോറ് തീറ്റിച്ച CPM-ന്റെ ഗുണ്ടകളുടെ ആ ഒരു മോബ് ലിഞ്ചിങ് പാറ്റേൺ മുതൽക്ക് മധുവിന്റെ കൊലപാതകം വരെയുള്ള ഈ മോബ് ലിഞ്ചിങ്ങിന്റെ കണക്കെടുത്ത് നമ്മൾ സംസാരിക്കേണ്ടി വരും. ഇവിടെ ഈ പറയുന്ന പോലെ ആൾക്കൂട്ട കൊലപാതകം എന്ന് പറയുന്നതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിനു മുമ്പ് കൊല്ലത്ത് മാണിക് റോയ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കൊലക്കേസ് ഉണ്ടായിരുന്നു. അത് ഇതേപോലെ ആൾക്കൂട്ട കൊലപാതകമായിരുന്നു. പക്ഷെ അതിൽ 2 പേര് മാത്രമാണ് തല്ലിക്കൊന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ആ കേസിനെ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ പരിധിയിൽ വരാത്ത രീതിയിൽ മാറ്റി തീർക്കാൻ നോക്കുകയായിരുന്നു. അപ്പം അങ്ങനെ കേരള പോലീസ് എപ്പോഴൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പൊ അവിടെയൊക്കെ ഒരു മോബ് ലിഞ്ചിങ്ങിന്റെ പാറ്റേൺ ഒഴിവാക്കാനുള്ള ഒരു ശ്രമം എത്രയോ നടന്നിട്ടുണ്ട്. ഇപ്പൊ മധുവിന്റെ കേസെടുത്ത് നോക്കുകയാണെങ്കിൽ മധുവിന്റെ കേസിൽ അതിലെ കൺവിക്ട് ആയ ഒരാൾ അക്യൂസ്ഡ് ആയിരിക്കുന്ന സമയത്ത് CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി വരെ ആയിട്ടുണ്ട്. പിന്നീട് അത് ഇന്റേണൽ ഇഷ്യൂ കൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തെ മാറ്റുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്കാരം നമ്മുടെ കേരളത്തിൽ ഏതോ കാലം മുതൽക്കേ ഉണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ പാലക്കാട് എന്താ CPM കേരള സർക്കാരിന്റെ കീഴിലല്ലേ അവിടുത്തെ പോലീസ്? അപ്പൊ അവിടെ എങ്ങനെയാണ് രാംനാരായൺ ബാഗിനെ തല്ലിക്കൊല്ലാനുള്ള ഈ ധൈര്യം കിട്ടുന്നവർക്ക്? അത് ആരായിക്കോട്ടെ, ഏത് പാർട്ടിക്കാരോ ആരെങ്കിലും ആയിക്കോട്ടെ. അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ BJP ബന്ധമുള്ള ആൾക്കാരുണ്ടെന്ന് പറയുന്നുണ്ട്, CITU ബന്ധമുള്ള ആൾക്കാരുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പാർട്ടി ബന്ധം നോക്കിയിട്ടാണോ കേസെടുക്കുക? അപ്പം ഈ പറയുന്ന പോലെ കേരളത്തിലെ ഏതൊരു സ്ഥലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുകയാണെങ്കിലും
അതിന്റെ ഉത്തരവാദിത്വം എടുക്കേണ്ടത് കേരള സർക്കാരല്ലേ. അപ്പൊ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ദൗത്യം നടപ്പിലാക്കാതെ ഇത് RSSന്റെ തലയ്ക്ക് കെട്ടി വെച്ചുകൊണ്ട് ഇത് RSSന്റെ ഒരു പാറ്റേൺ ആണ്, അല്ലെ RSSകാരാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണോ കേരളത്തിൽ ഇങ്ങനെ സംഭവം നടക്കുന്നത്? മലപ്പുറത്ത് നടന്നിട്ടില്ലേ? രാജേഷ് മാഞ്ചി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ മലപ്പുറത്ത് തല്ലിക്കൊന്നത് എന്താ നമുക്ക് ഓർമ്മയില്ല? ബീഹാറുകാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ അന്നെന്താ പറയാഞ്ഞു ഈ പറഞ്ഞ പോലെ ഒരു ടാഗ് എന്തേ അന്ന് കൊടുക്കാഞ്ഞത്? അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഒഴിവാവുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്. ഈ ഒരു പാറ്റേൺ ഇത് ആദ്യമായിട്ടല്ല നിഷാദ്. ഇപ്പൊ മലപ്പുറത്തെ കാര്യം ഞാൻ പറഞ്ഞു, രാജേഷ് മാഞ്ചിയുടെ, മാണിക് റോയ് ബംഗാളുകാരനായ അദ്ദേഹത്തെ തല്ലിക്കൊന്ന് കൊല്ലത്താണ്. മധുവിന്റെ കേസ് നമ്മൾ കണ്ടു, ഈ പറഞ്ഞ പോലെ ജയസിദ്ധാർത്ഥന്റെ കേസ് നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെയുള്ള എത്ര കേസുകളാണ് കേരളത്തിലുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താ പറയുക, ഇതൊരു പാറ്റേൺ ആയി മാറുകയാണ് കേരളത്തിൽ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നാണ് ഒരു പക്ഷേ ചർച്ച ചെയ്യേണ്ടത്. അതിന് പകരം ഇതിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പൊ ഈ ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ അത് എന്നെ എന്നല്ല ഏതൊരു മലയാളിയും, മനുഷ്യനായിരിക്കുന്ന ഏതൊരാളെയും ഇതൊക്കെ വേദനിപ്പിക്കും. മാത്രമല്ല രാംനാരായൺ ബാഗേലിന്റെ കുടുംബം ആ ബോഡി പോലും അക്സെപ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇവിടുത്തെ പോലീസിന് വിശ്വാസമല്ല, ഇവിടുത്തെ സർക്കാരിന് അവർക്ക് വിശ്വാസമല്ല. ഇപ്പോഴും അതിൽ വേണ്ട വകുപ്പുകൾ ചാർത്തിയിട്ടില്ല, അതായത് SC/ST വകുപ്പുകൾ ചാർത്തിയിട്ടില്ല. അതിന്റെ പരിശോധന നടത്തിയിട്ട് ഞങ്ങൾ ചെയ്യാമെന്നൊക്കെയാണ് പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് ജസ്റ്റിസ് കിട്ടണം, അവർക്ക് നീതി ലഭിക്കണം എന്നത് കേരളത്തിലെ ഓരോ ആളുകളുടെ ആവശ്യമാണ്. ഇതിൽ പിടിക്കപ്പെട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് സംഘപരിവാർ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ RSS പ്രവർത്തകരോ ഒക്കെയാണ് പിടിയിലായിട്ടുള്ളത്. ഭരിക്കുന്നതാവട്ടെ CPIMന്റെ സർക്കാരുമാണ്. എന്നിട്ട് അവരെ പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ കഴിയുന്ന വകുപ്പുകൾ ഉണ്ടാവുന്നില്ല എന്ന് വെച്ചാൽ ഒരു നിലയ്ക്ക് അവർക്കുള്ള സഹായം കൂടിയല്ലേ അത്? നോക്കൂ നിഷാദ്, ഈ കേസിൽ ഏതൊക്കെ അക്യൂസ്ഡ്, അത് ഏത് പാർട്ടിപ്പെട്ട ആളുകളായിക്കോട്ടെ, ആര് തന്നെ ആയിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും പരമാവധി ശിക്ഷ ലഭിക്കണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ തന്നെ ആവശ്യം. അതിലെന്ത് രാഷ്ട്രീയം നിങ്ങൾ കാണുന്നത്? ഇപ്പൊ ഈ ബി.ജെ.പിക്ക് എത്ര എന്താ പറയാ 14 കോടിയോളം മെമ്പേഴ്സ് ഉണ്ടെന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നത്. അപ്പൊ ഈ 14 കോടി മെമ്പർഷിപ്പ് ഉള്ള ആളുകളുടെ ഒക്കെ തന്നെ ഉത്തരവാദിത്വം ബി.ജെ.പിക്കാണോ? അല്ലെ CPIMന്റെ ഈ നടക്കുന്ന ഈ പറഞ്ഞ എന്താ പറയുക CPIMന്റെ ആളുകളൊക്കെ അക്യൂസ്ഡ് ആയിട്ടുള്ള കേസുകളിലെല്ലാം ഈ പറഞ്ഞ പോലെ പാർട്ടിയുടെ തലയിലേക്കാണ് എല്ലാം പോകുന്നത്. അപ്പം ഞാൻ ആദ്യം ചോദിക്കാൻ വന്ന ചോദ്യം അത് തന്നെയാണ്. നോക്കൂ, ഇത് ബംഗ്ലാദേശി ആണോ എന്ന് ചോദിക്കുന്നതന്നെ ബംഗ്ലാദേശി മുസ്ലിം ആണെന്ന് വിചാരിച്ച ഒരാൾ അടിച്ചു കൊല്ലുകയാണ്. എന്ന് വെച്ചാൽ ഒരു എല്ലാ വംശഹത്യകൾക്കും ഒരു റീസൺ ഉണ്ടാവും, അപരത്വത്തിനൊരു കാരണം ഉണ്ടാവും. അപ്പോൾ ഹിറ്റ്ലർ പോലും അത് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കാരണം സൃഷ്ടിക്കുക എന്ന് പറയുന്ന സംഗതി. അത് ബംഗ്ലാദേശി അല്ലെങ്കിൽ പാകിസ്ഥാനി ഒരു മുസ്ലിം ഒരു സിഖ് ഒരു ക്രിസ്ത്യൻ അങ്ങനെ ഒരു കാരണം ഉണ്ടാക്കിയിട്ട് ആ കാരണത്തിൻ്റെ പേരിൽ ആളുകളെ വെറുക്കാൻ പഠിപ്പിക്കുക. പിന്നെ ആളുകൾ ബാക്കി നോക്കിക്കോളും. ഹിറ്റ്ലർ ചെയ്തത് അതാണ്, ഹിറ്റ്ലറിൻ്റെ തിയറിയും അതായിരുന്നു, ബാക്കി ജനം നോക്കിക്കോളും എന്നുള്ളതാണ്. കലാപങ്ങളെല്ലാം ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ ഈ ആശയം പ്രചരിപ്പിക്കുന്നതിൻ്റെ പ്രശ്നമാണ് നമ്മൾ സത്യത്തിൽ വാളയാറിൽ അനുഭവിക്കുന്നത്. ആശയത്തിൻ്റെ തുടർച്ചക്കാർ പിന്നെയും കേരളത്തിൽ ബാക്കിയുണ്ട് എന്നതിനെ നമ്മൾ ഭയപ്പെടേണ്ട സംഗതിയല്ലേ മിഥുൻ? തീർച്ചയായിട്ടും എക്സ്ട്രീമിസം അത് ഏത് രീതിയിലാണെങ്കിലും, അതിപ്പം ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് തല്ലിക്കൊന്നാലും, അല്ലെങ്കിൽ കൊല്ലത്ത് മറ്റേ മാണിക് റോയിനെ കോഴി മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് തല്ലിക്കൊന്നാലും, മധു അരി മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് തല്ലിക്കൊന്നാലും, ഇതൊക്കെ തന്നെ എവിടേക്കോ ഒരു ഐഡിയോളജിക്കൽ പുഷ് എല്ലാത്തിനും ഉണ്ട്. കാരണം മോഷണം എന്ന് പറഞ്ഞ ഒരു അക്യൂസേഷൻ ആണ്. ആ അക്യൂസേഷൻ ഏതാണ് ഒരു സവർണ മേധാവിത്വം അല്ലെങ്കിൽ ഒരു ഫ്യൂഡൽ സിസ്റ്റം, അവിടെ ആ ഒരു ഐഡിയോളജിയാണ് അവിടെ വർക്കൗട്ട് ആവുന്നത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഐഡിയോളജീസും നമ്മൾ എതിർക്കണം. അപ്പം സാധാരണ ഒരു വ്യക്തിയെ ഇവിടെ തൊഴിൽ തേടി വന്ന ഒരാളെ തല്ലിക്കൊന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ ഇതിനൊരു ഐഡിയോളജിക്കൽ പുഷ് ഉണ്ടെങ്കിൽ ആ ഐഡിയോളജി ഏതാണെങ്കിലും നമ്മൾ വെറുക്കണം, അതിനെ മാറ്റി നിർത്തുക തന്നെ വേണം. അപ്പൊ അങ്ങനത്തെ എക്സ്ട്രീം ഐഡിയോളജി പറഞ്ഞുകൊണ്ട് ഒരാളെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ട്രിവിയലൈസ് ചെയ്യാനല്ല നോക്കേണ്ടത് നിഷാദ്. ഓർഗനൈസേഷൻ തന്നെ വരികയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഓർഗനൈസേഷന് മാറാൻ പറ്റുമോ? നുഴഞ്ഞ കയറ്റക്കാരായ മനുഷ്യർ നമ്മുടെ താലിമാല മോഷ്ടിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന നുഴഞ്ഞുകയറ്റക്കാർ നിങ്ങളുടെ സ്വത്തടിച്ചുകൊണ്ട് പോകുമ്പോൾ നിരന്തരമായി തെരഞ്ഞെടുപ്പുകൾ പ്രസംഗിക്കുന്ന പ്രധാന നേതാക്കളുള്ള നാട്ടിൽ അതിൻ്റെ ഏറ്റെടുപ്പുകാരായി ജനം മാറുന്നതിൽ നിന്ന് മാറുകയാണ്. അതിൽ നിന്ന് ആ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് വിടാൻ പറ്റുക? BJPക്ക് ഹിന്ദുത്വ പരിവാരത്തിന് പറ്റുമോ മിഥുൻ? അല്ല, ഇവിടെ ബംഗ്ലാദേശി ആണോ എന്ന് ചോദിച്ച് തല്ലിക്കൊന്നു കഴിഞ്ഞാൽ അതിൽ എവിടെ നിന്നാണ് RSSന്റെ ഒരു ടാഗ് നിഷാദ് കാണുന്നത്? ഇത് RSSും ബംഗ്ലാദേശും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടോ? പ്രധാനമന്ത്രി തന്നെ പ്രസംഗിക്കുന്നു, നുഴഞ്ഞുകയറ്റക്കാർ നിങ്ങളുടെ താലിമാല അടിച്ചുകൊണ്ടു വരുന്നു. നുഴഞ്ഞുകയറ്റക്കാരെ നുഴഞ്ഞുകയറ്റക്കാരെ കൊണ്ട് കടത്താനാണ്, ചിതൽപുറ്റുകളെ ഞങ്ങൾ ഓടിക്കാൻ പോവാണെന്ന് പറഞ്ഞ പൗരത്വ നിയമം കൊണ്ടുവന്നത്. ഈ സംഗതിയാണ് നിരന്തരം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഏറ്റെടുപ്പുകാരാണ് ഈ പറയുന്ന വാളയാറിലെ അക്രമി സംഘം. അല്ല, നുഴഞ്ഞുകയറ്റക്കാർ വെറും BJPക്കാർക്കാണോ പ്രശ്നം? ഇവിടെ RSSകാർക്ക് മാത്രമാണോ പ്രശ്നം? നുഴഞ്ഞുകയറ്റക്കാർ നമ്മുടെ ഈ രാജ്യത്തേക്ക് ഏത് രാജ്യത്ത് നിന്ന് വന്നു കഴിഞ്ഞാലും അത് BJPക്കോ അല്ലെങ്കിൽ RSSനോ മാത്രമാണോ പ്രശ്നം? ആ ചോദ്യം ചോദിച്ചു എന്നതിന്റെ പേരിലാണോ താങ്കൾ ഈ പറയുന്ന RSSന്റെ ടാഗ് കൊടുത്തോണ്ടിരിക്കുന്നത്? അപ്പൊ RSSന്റെ ടാഗ് കൊടുക്കാൻ പോലീസ് എങ്കിലും ഒന്ന് പറയട്ടെ. ചോദിച്ചതുകൊണ്ട് മാത്രമല്ല, ബംഗ്ലാദേശിയാണ് എന്ന് പറഞ്ഞ ആൾക്കാരെ പിടിച്ചുകൊണ്ടുപോയി അതിർത്തിയിൽ തള്ളുന്നത് താങ്കൾ കണ്ടില്ലേ? അവസാനം സുപ്രീം കോടതി ഇടപെട്ടില്ലേ ഒരു കുടുംബത്തെ തിരിച്ചിവിടെ കൊണ്ടുവരാൻ, അവർ ഇന്ത്യക്കാരാണെന്ന് പറയാൻ?
ഇങ്ങനെ വെറുപ്പ് പ്രൊപ്പഗേറ്റ് ചെയ്യാണ് പല വഴിക്ക്. ഈ വഴിയെ പോകുന്ന ആൾക്കാർ ഇതാ BJP തന്നെ കേരളത്തിലെ ഒരു നേതാവാണ് ഇവിടെ നിപ്പ പടർത്തുന്നതിന് പിന്നിൽ ബംഗ്ലാദേശി കുടിയേറ്റമാണ് എന്ന വ്യാജം പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ BJP ഒരു ജില്ലാ പ്രസിഡന്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ നിരന്തരമായി, നിങ്ങളെന്നല്ല BJP-ക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർവ്വമാന കുഴപ്പങ്ങൾക്കും കാരണം ബംഗ്ലാദേശികൾ കടന്നു കയറുന്നത്. ബംഗ്ലാദേശികൾ കടന്നു കയറുന്നതിൽ തടയാൻ ഇന്ത്യൻ സർക്കാരിന് മെക്കാനിസം ഉണ്ട്, അത് ഉപയോഗിക്കണം. അല്ല ആ സർക്കാരിന് തന്നെ ആൾക്കാർ ഇവിടെ വന്ന് നിരന്തരമായി വെറുപ്പ് ഉൽപ്പാദിക്കുന്ന തരത്തിലുള്ള പ്രസംഗം നടത്തുക, എന്നിട്ട് വഴി കാണുന്നവരൊക്കെ ബംഗ്ലാദേശി മുസ്ലിംസ് ആണെന്ന് ഈ തരത്തിലുള്ള ക്രിമിനൽസിന് തോന്നുക, അവർ വടിയെടുക്കുക, പൈപ്പെടുത്ത് അടിക്കുക, ആൾ മരിക്കുക. ഇതിനകത്തുനിന്ന് ഒരു ഉത്തരവാദിത്വം ഈ പ്രസംഗിക്കുന്ന മാന്യമാക്കില്ല എന്നാണോ? അല്ല നിഷാദ്, ഇവിടെ ആര് തന്നെ ആയാലും അതിനിപ്പം ഈ സനാതന ധർമ്മത്തെ എന്താ പറയാ മലേറിയെ പോലെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ നേതാക്കളൊക്കെ ഉണ്ടല്ലോ, അവരെയും കൂടെ അതും കൂടെ ഒന്ന് കണക്കിലെടുക്കണം. എല്ലാ ഭാഗത്തു നിന്നുള്ള ഇതുപോലുള്ള വാചകങ്ങൾ സനാതന ധർമ്മത്തിന്റെ ആളുകൾ ആക്രമിക്കപ്പെടുന്നില്ലല്ലോ. ആ സനാതന ധർമ്മത്തിൽ ഈ കൺസേൺ ഹിന്ദു മതത്തിനകത്തെ അപ്പർ ക്ലാസ്സുകാർക്കുള്ള കൺസേൺ ആണ്. അപ്പർ ക്ലാസ്സുകാരുടെ കൺസേൺ ആണ് ഇപ്പൊ പങ്കുവെച്ചത്. അതായത് സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിന് മൊത്തം എതിരായിട്ടാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച അവരാണ്. തമിഴ്നാട്ടിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കറിയാമല്ലോ. നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം കണ്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലവും നമ്മൾ കണ്ടാണ്. തമിഴ്നാട്ടിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോയിട്ടില്ല. നിങ്ങൾ ഞാൻ ചോദിക്കുന്നതല്ല, ഇതിനകത്ത് ആ പ്രസ്താവനയുടെ പേരിൽ അപ്പർ ക്ലാസ്സുകാർ ദലിതരാൽ ആക്രമിക്കപ്പെട്ടോ? ആ പ്രസ്താവനയുടെ പേരിൽ അപ്പർ ക്ലാസ്സുകാർ ദലിതരാൽ ആക്രമിക്കപ്പെട്ടോ? അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്ര താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, പല നേതാക്കളെയും കൂട്ടിയതാണല്ലോ പറയുന്നത്. ഇവിടെ അജ്മൽ കസബ് RSS ആണ് ഉയർത്തി തീർക്കാൻ നോക്കിയ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ പിന്നെ വലിയ രീതിയിൽ ഈ പറഞ്ഞ പോലെ ഇതിന് രാഷ്ട്രീയ പശ്ചാത്തലം കൊടുത്തുകൊണ്ടല്ല, ഇതിനൊരു രാഷ്ട്രീയ ടാഗ് കൊടുക്കാൻ നോക്കണ്ട. കാരണം ഇതൊരു ഒരു വ്യക്തി മരിച്ച സംഭവമാണ്. ഇതിൽ നമുക്ക് പൊളിറ്റിക്സ് ഒഴിവാക്കി സംസാരിക്കുക നല്ലത്. കാരണം അങ്ങനെ നോക്കി പോയി കഴിഞ്ഞാൽ ഈ രാജ്യത്തെ പല വിഷയങ്ങളിലും പല ഹിന്ദുക്കളെ തള്ളി പറഞ്ഞ എത്രയോ നേതാക്കളുണ്ട്. ഹിന്ദു മതം മലയേറിയുമായിട്ട് കമ്പയർ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് വിഷയമല്ല. രാജസ്ഥാനിലെ കനയ്യലാൽ കൊല്ലപ്പെട്ടാൽ അത് പ്രശ്നമല്ല. മഹാരാഷ്ട്രയിൽ ഒരു ഹിന്ദു യുവാവിനെ തല്ലിക്കൊന്നാൽ അത് പ്രശ്നമല്ല. താങ്കൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ കാര്യങ്ങൾ എടുത്തു ചൂണ്ടി പറയണമെങ്കിൽ അത് താങ്കൾ പറഞ്ഞോളൂ. പക്ഷെ ഇതിനെല്ലാത്തിനും പറഞ്ഞില്ല. മതത്തെ മറയാക്കി രാഷ്ട്രീയം കളിക്കുന്ന ആൾക്കാർ ഉണ്ടാക്കിവിടുന്ന ഹേറ്റിന്റെ അതേത് പാർട്ടിയിൽപ്പെട്ട ആളുകളാണെങ്കിലും അതേത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അതേത് രാഷ്ട്രീയത്തിന്റെ ടാഗുള്ള ആളുകളാണെങ്കിലും അവരൊക്കെ തന്നെ മാറ്റി നിർത്തണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ താങ്കൾ ഏതെങ്കിലും പ്രത്യേക ഐഡിയോളജി അങ്ങനെയുള്ള കഴിയില്ല എന്ന നിലപാട് മിഥുൻ പറയുന്നുണ്ട്. മിഥുൻ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ ചോദിക്കട്ടെ. ഇതിനകത്ത് നിതിൻ കണിച്ചേരി, അതായത് ആൾക്കൂട്ട ആക്രമണത്തിന്റെ സാധ്യതകളുള്ള കേസുകൾ വരുമ്പോൾ ആ കേസ് എടുക്കാതിരിക്കുകയാണ്. ആൾക്കൂട്ട ആക്രമണമൊന്നും ഇല്ലാത്ത നാടാണ് എന്ന ഖ്യാതിയും മേനിയും പറയാൻ, സത്യത്തിൽ ആ ചീപ്പ് കളിയാണോ സർക്കാരിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്? നിഷാദേ, ഇതിൽ ഒട്ടും ഗൗരവം കുറഞ്ഞൊരു വകുപ്പല്ല 103(1) എന്ന് പറയുന്നത്. ബോധപൂർവം ഒരാളെ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തി എന്ന കുറ്റം ഇന്ത്യയിൽ വധശിക്ഷ ലഭിക്കാവുന്ന, പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അതൊരു നിസ്സാര വകുപ്പല്ല. നിഷാദ് ഇപ്പോൾ പറയുന്നത് കേട്ടാൽ, ചർച്ചയിൽ കേട്ടാൽ തോന്നുക എന്തോ ഒരു വളരെ ഗൗരവം കുറഞ്ഞ ഒരു വകുപ്പിട്ട് പോലീസ് കേസെടുത്തു എന്നാണ്. 103(1) എന്ന് പറയുന്നത് പുതിയ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് വധശിക്ഷയ്ക്ക് ഒരാൾ വിധേയമാക്കാവുന്ന, അല്ലെങ്കിൽ ബോധപൂർവം ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തി എന്നത് തന്നെയാണ് വകുപ്പ്. 2023 സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൻ്റെയും ഒക്കെ കൂടി അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഈ 103(2) ഞാൻ പറഞ്ഞല്ലോ, പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് അത്തരം വകുപ്പുകളൊക്കെ ചേർക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കി. ഞാൻ അതിൽ തർക്കിക്കാനില്ല. 103(2) വകുപ്പ് ചുമത്തണം. ആ പ്രദേശത്ത് പോയി അവിടെയുള്ള ആളുകളൊക്കെ വിവരശേഖരണം നടത്തിയതിന് എനിക്ക് സംശയമേ ഇല്ല. 103(2) എന്ന വകുപ്പ് ചുമത്തണം എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ഇന്ന് മുഖ്യമന്ത്രിയും പാലക്കാട് ജില്ലാ പോലീസ് അധികാരിയും എല്ലാം പറഞ്ഞിട്ടുള്ളത് അതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുമെന്ന് തന്നെയാണ്. പോലീസ് എവിടെയും പറഞ്ഞിട്ടില്ല. പോലീസ് ഇന്ന് പറഞ്ഞ റിമാൻഡ് റിപ്പോർട്ടിലും പറഞ്ഞിട്ടുള്ളത് ഇതിലെ പ്രതികൾ ഇയാളെ രാംനാരായണനെ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടുകൂടി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് ശരിയാണ്. അത് നോക്കുമ്പോൾ രണ്ടിനും പരമാവധി കിട്ടാൻ സാധ്യതയുള്ള ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷ തന്നെയാണ്, അല്ലെങ്കിൽ ജീവപര്യന്തമാണ്. പക്ഷെ നിതിൻ കണിച്ചേരി, നമുക്ക് IPC-യിൽ നേരത്തെയും ഉണ്ടായിരുന്നു ഈ വകുപ്പ്. മറ്റേ വകുപ്പ് നമ്മൾ BNS വന്നപ്പോൾ സവിശേഷമായി ഉണ്ടാക്കിയതാണ്. എന്തിന്? സമൂഹത്തിൽ വിദ്വേഷം വളർത്തുന്നതിനായിട്ടുള്ള നമ്മുടെ കർശന നിലപാടിൻ്റെ ഭാഗമാണത്. ആ വിദ്വേഷം എന്ന് പറയുന്നത് ഇനിയും വ്യക്തികളെയല്ല, കലാപങ്ങൾ തന്നെയും ഉണ്ടാക്കും. അപ്പോൾ അത് തടയുന്നതിനുള്ള വളരെ കൃത്യമായിട്ടുള്ള സന്ദേശമായി മാറണം ഈ നിയമ നടപടി എന്നതിനെ മുൻനിർത്തിക്കൊണ്ടാണല്ലോ നമ്മൾ ഈ വകുപ്പുണ്ടാക്കിയത്. അപ്പോൾ ആൾക്കൂട്ടക്കൊല, വിദ്വേഷത്തെ മുൻനിർത്തി ആരെയും അടിക്കാം, ചോദ്യം ചെയ്യാം എന്ന് വിചാരിക്കേണ്ട എന്ന ശക്തമായ സന്ദേശം നൽകാൻ ആ വകുപ്പ് പരമപ്രധാനമായിരുന്നു ഇതിൽ. എന്നു മാത്രമല്ല, വിദ്വേഷത്തെ
മുൻനിർത്തി ഒരു മനുഷ്യനെ കൊന്നു എന്ന കേസ് ഈ വകുപ്പിനാൽ കോടതിയുടെ മുന്നിൽ വന്നാൽ അതിന് സവിശേഷമായ പരിഗണന സ്വാഭാവികമായും കിട്ടേണ്ടതുമാണ്. പക്ഷേ ഇത് വിദ്വേഷ കൊലയാണ്, ഇത് വിദ്വേഷത്തിനെതിരായിട്ടുള്ള സന്ദേശമായി മാറണം എന്ന ഒരു ഉദ്ദേശവും സർക്കാരിനില്ല. ഒരു സാധാരണ കൊലപാതക കേസ് മാത്രമാക്കി അതിനെ മാറ്റിയെടുക്കുക, വിദ്വേഷം എന്ന സംഗതിയേ ഇല്ല, അത് അഡ്രസ്സ് ചെയ്യപ്പെടാനേ ഉദ്ദേശിക്കുന്നില്ല എന്ന മട്ടാണ് സർക്കാരിന് ഈ കേസിൽ കാണാൻ കഴിയുന്നത് എന്ന് ഞാൻ വിമർശനത്തോടെ പറയും. നോക്കൂ, ആ വിമർശനം നിലനിൽക്കുന്നതല്ല എന്നാണ് നിഷാദ് പറഞ്ഞ. ആ വിമർശനം നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഈ കേസിൽ ചേർക്കപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അവിടെയുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളുമായി സംസാരിച്ചതിൻ്റെയും ഒക്കെ അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില വിവരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞാണ്. ഞാൻ പറഞ്ഞ പോലീസ് അധികാരികളും മുഖ്യമന്ത്രിയും ഒക്കെ ഈ വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചുമത്തുന്നത് സംബന്ധിച്ച് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 5 പേരാണ് പോലീസ് ഞാൻ പറയുന്നത് പോലീസ് എല്ലാവർക്കും മനസ്സിലാവാത്ത രണ്ട് കൂട്ടരേ ഉള്ളൂ. അത് കേരള പോലീസും കേരള മുഖ്യമന്ത്രിയുമാണ്. ആൾക്കൂട്ടത്തിന്റെ മർദ്ദനത്തെ തുടർന്ന് കൊല്ലപ്പെട്ടയാൾ, അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ വംശീയത എന്ന വാക്കില്ല, വിദ്വേഷം എന്ന വാക്കില്ല. കേരളത്തിൽ സംഘപരിവാർ നടപ്പിലാക്കുന്ന ഈ പറയുന്ന പരിപാടി നടക്കില്ല എന്ന വാക്കില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇതൊരു വംശീയ അധിക്ഷേപ കൊലയാണ്, വംശീയ ആക്രമണ കൊലയാണ് എന്ന നിലപാടില്ല, അദ്ദേഹത്തിന്റെ പോലീസിനുമില്ല. നിങ്ങൾ ഇതിനകത്ത് തിരിഞ്ഞു കളിക്കുകയാണെന്ന് മനസ്സിലായിട്ടുണ്ട് സകല മലയാളിക്കും. ഇതിനെ പരിശോധിക്കണമെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ കേസും എല്ലാ വകുപ്പും പരിശോധിച്ചിട്ടേ ഇടാൻ പറ്റുള്ളൂ. ചിലത് മാത്രം പരിശോധിക്കാതെ ഇടാം, ബാക്കി മറ്റത് പരിശോധിക്കണം. ഏത് ക്ലിയർ വീഡിയോ എവിഡൻസ് ഉള്ള കേസിനെ കുറിച്ചാണ് ഈ പറയുന്നത്? നിഷാദെ, നമ്മുടെ നാട്ടിലൊരു നിയമ സംവിധാനത്തിൽ അന്വേഷണത്തിനും പല കാര്യങ്ങൾക്കും പല രൂപത്തിലാണ്. ഇതിലെല്ലാം നമ്മളൊരു നിയമ സംവിധാനം അനുസരിച്ചാണ് നിങ്ങളിപ്പോൾ ചാനൽ നടത്തുന്നതും ഞാനിവിടെ ചർച്ചയിലിരിക്കുന്നതും പോലീസ് പ്രവർത്തിക്കുന്നതുമെല്ലാം. ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മീഡിയ 1 ചാനലിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചു. നിഷാദ് ഇന്ന് ഈ പറയുന്ന നിലപാടിലായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാണ് ആ ചാനൽ പ്രവർത്തനം തുടങ്ങിയത്? നമ്മുടെ നാട്ടിലെ ഒരു നിയമ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി തന്നെയാണ് തുടങ്ങിയത്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഈ 4 ദിവസം കൊണ്ട് പിണറായിയുടെ സർക്കാർ RSSകാരെ സഹായിക്കുന്നു, വംശീയ അങ്ങനെയൊന്നും നിഷാദ് പറഞ്ഞു പോണ്ട. അന്വേഷണത്തിൻ്റെ ഘട്ടം ഞാൻ പറഞ്ഞു, പ്രതികൾ ഇവിടെ നിൽക്കില്ല, ഈ 5 ആളുകളിൽ നിൽക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. ഞാൻ ചോദിച്ച വകുപ്പിടാത്തതിനെ കുറിച്ചാണ്. വകുപ്പ് പ്രധാനപ്പെട്ട വകുപ്പാണ്. വംശീയ വിദ്വേഷ കൊലയാണിത്, സാധാരണ കൊലപാതകമല്ല. സാധാരണ കൊലപാതകം എമ്പാടും ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. നിതിൻ ഗഡ്കരി അല്പസമയം മുൻപ് പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകളിൽ വ്യക്തതയില്ല, അദ്ദേഹത്തിന് പ്രാദേശിക കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ അറിയാൻ കഴിയുമായിരുന്നല്ലോ എന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് 3 ഖണ്ഡികയുള്ള ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. അതിൽ RSSകാരുടെ, ഹിന്ദുത്വ വംശീയ ശക്തികളുടെ ആക്രമണ പദ്ധതി എന്ന വാചകമില്ലല്ലോ. പിണറായി വിജയനും ഒപ്പം VD സതീശനും ഒരേ രൂപത്തിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഇന്ന് അത് സ്റ്റേറ്റ്മെന്റ് കാണുന്ന ജനങ്ങൾക്കറിയാം. നിഷാദിന് ഒരുപക്ഷെ അങ്ങനെ തോന്നില്ലായിരിക്കും. ഞാൻ ചോദിക്കുന്നത്, കേരളം പോലെയുള്ള പരിഷ്കൃത സമൂഹത്തിന്റെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ഒരിക്കലും അംഗീകരിക്കാനാവാത്തവയാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും ജാഗ്രത കാണിക്കണം. സെയിം സ്റ്റേറ്റ്മെന്റ് ആണ് VD സതീശനും പറഞ്ഞത്. ഇതിലെവിടെയാണ് ഹിന്ദുത്വ വംശീയത, ഹിന്ദുത്വ ആൾക്കൂട്ട ആക്രമണം? ഞാൻ ഈ വിമർശനം ഉന്നയിക്കുന്നതിന് കാരണം കോൺഗ്രസിൻ്റെ സാധാരണ ഒരു നേതാക്കളുള്ള പ്രദേശമല്ല അട്ടപ്പള്ളം എന്ന് പറയുന്നത്. ഈ അട്ടപ്പള്ളത്ത് ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന സംഭവം ഉണ്ടായ പ്രദേശത്ത് മത്സരിച്ചത് ചിലപ്പോൾ വസന്ത് സിറേക്കിന് അറിഞ്ഞോളണമെന്നില്ല, INDUCയുടെ ജില്ലാ പ്രസിഡന്റാണ്. DCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ INDUCയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ SK അനന്തകൃഷ്ണനാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായ അട്ടപ്പള്ളം എന്ന് പറയുന്ന പ്രദേശത്തിനകത്ത് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അദ്ദേഹത്തിന് പരാജയപ്പെടേണ്ടി വന്നു. CPMൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. BJPക്ക് ഇതിന് തൊട്ട് സമീപത്തുള്ള ഈ പ്രദേശത്ത് തന്നെയുള്ള വാർഡിൽ BJP 2ാം സ്ഥാനത്ത് വരികയും CPM ആണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. BJP ആണ് 2ാം സ്ഥാനത്ത് വന്നത്. അപ്പോൾ SK അനന്തകൃഷ്ണനെ പോലെയുള്ള നേതാക്കളൊക്കെ DCCയുടെ അത്രയും പ്രധാനപ്പെട്ട ആളുകളുള്ള ഒരു പ്രദേശത്ത് VD സതീശനോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹം വളരെ ലാഘവത്തിലാണ്. ഇതിൽ RSSകാരനുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ എനിക്കറിയുന്ന കാര്യം മാത്രമേ പറയാറുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ കാര്യം അന്വേഷിച്ചെന്ന് ഉറപ്പുവരുത്താൻ ഈ 5 ദിവസമായിട്ടും പറ്റിയിട്ടില്ല. അവിടെ ആകെ ഇതിനോടകം നടന്നിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളും പ്രതിഷേധ യോഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് DYFIയുടെയും CPMൻ്റെയും നേതൃത്വത്തിൽ മാത്രമാണ്. എന്തേ, കോൺഗ്രസ് അവിടെ ഇല്ലാത്തത് കൊണ്ടാണോ? DCCയുടെ ജനറൽ സെക്രട്ടറിക്ക് ഈ പ്രദേശത്ത് പോയി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. INDUCയുടെ ജില്ലാ പ്രസിഡന്റിന് ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ പറ്റില്ല എന്നാണോ വസന്ത് പറയുന്നത്?
ശരി, ഞാൻ ശരി, പറഞ്ഞത് ശരി. ഞാനതിന്റെ കേരളത്തിലെ മറുപടിയിലേക്ക് ഇങ്ങനെ വരാം. പിന്നെ ഇവിടെ ശ്രീ കർക്കശമായ മിഥുൻ വിജയകുമാർ ഇവിടെ സമീപനം പറഞ്ഞത് ഉണ്ടാകും. ഒപ്പം തന്നെ ഇതിന്റെ കർക്കശമായ അല്ല നടപടി ഇതിന്റെ പിന്നാലെ രാഷ്ട്രീയത്തെ ഉണ്ടാകുന്നു. കുറിച്ചൊന്നും അദ്ദേഹം അല്ല ഇതിന്റെ രാഷ്ട്രീയം എവിടെയാണ് ആരംഭിക്കുന്നത്? ഒരു 25-30 വർഷം മുമ്പ് നമ്മുടെ രാജ്യത്തിനകത്ത് ഇല്ലാത്തതുപോലെ ഇനി ബംഗ്ലാദേശിയാണ് എന്ന് തന്നെ ഇരിക്കട്ടെ, ബംഗ്ലാദേശിയെ തല്ലിക്കൊല്ലാൻ ആർക്കെങ്കിലും RSSകാരന് അധികാരം കൊടുത്തിട്ടുണ്ടോ? ഇനി പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരാളാണെന്നിരിക്കട്ടെ, തല്ലിക്കൊല്ലാൻ അനുവാദം കൊടുത്തിട്ടുണ്ടോ? അജ്മൽ കസബിനെ പോലും നിയമ സംവിധാനത്തിലൂടെ വിചാരണ നടത്തിയ രാജ്യമാണ് നമ്മുടെ രാജ്യം. അവിടെ RSSകാരനുണ്ടാക്കുന്ന പൊതുഭേദം എന്താ? അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും അമിത്ഷാ ആയാലും RSSന്റെ നേതാക്കളായാലും ഇവരുടെ അണികൾക്ക് പകർന്നു കൊടുക്കുന്നൊരു പാഠമുണ്ട്. ആ പാഠം ഈ രാജ്യത്തിനകത്ത് ബംഗ്ലാദേശി എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസിയാണ്. ഇസ്ലാം മതവിശ്വാസി ഈ രാജ്യത്തിന്റെ ശത്രുവാണ്. ഇസ്ലാം മതവിശ്വാസികൾ കയറിയവരാണ്. ഈ രാഷ്ട്രീയം ഈ അണികൾക്ക് പകർന്നു കൊടുക്കുന്നതുകൊണ്ടാണ് ബംഗ്ലാദേശിയാണോ. ഇതിനകത്ത് പോലീസ് കേസ് ഒരു വശത്ത് നടക്കുന്നു. ഒരു പോലീസ് കേസ് കർക്കശമായി എടുത്തതുകൊണ്ട് അവസാനിക്കുന്ന പ്രശ്നമല്ല എന്ന് പൊതുവിൽ നമുക്കറിയാം. അതിൽ കേരളം ഉയർത്തേണ്ടുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ ജാഗ്രതയും പ്രതിരോധവും എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? എങ്ങനെയാണെന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ തന്നെ SC/ST ആക്ടും ഈ പറയുന്ന മോബ് ലിഞ്ചിങ് അടക്കമുള്ളത് ഉൾപ്പെടുത്തണമെന്ന് AICC ആസ്ഥാനത്ത് തന്നെ രാജ്യശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും ആ ടേക്കിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. കോൺഗ്രസിന്റെ ടേക്ക് അതാണ്. 2, എത്രയോ വലിയ പച്ചക്കള്ളമാണ് CPMന്റെ പ്രതിനിധി നിതിൻ കണ്ണിച്ചേരി ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഈ വിഷയം ഉണ്ടായ ദിവസം തൊട്ട് ഇന്ന് വരെ പാലക്കാട് DCC കൃത്യമായി അതിൽ ഇടപെട്ടിട്ടുണ്ട്. കൃത്യമായ പ്രതിഷേധങ്ങളും സംസാരങ്ങളും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ ഈ വലത് നിരീക്ഷകൻ മിഥുൻ പറയുന്നത് എന്താ, ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല. അത് തന്നെയാണ് BJPയുടെ ഇന്ത്യക്ക്. അതായത് ഇതിനെ ഒരു വിഷയമായി സെപ്പറേറ്റ് കണ്ട് ആ വിഷയത്തോട് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുറെ കാലങ്ങളായി എങ്ങനെയാണോ ഉത്തരേന്ത്യയിൽ പാടങ്ങൾ ഇവർ അവർക്ക് വിളവെടുക്കാൻ തക്ക പാകത്തിൽ നിലമൊരുക്കിയത്, ആ രീതിയിൽ ഇവിടെ നിലമൊരുക്കലുകൾ നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ നമ്മളെയൊക്കെ അതിശയിപ്പിക്കേണ്ടത്, നമ്മളെയൊക്കെ പേടിപ്പിക്കേണ്ടത് ആ നിലമൊരുക്കുന്നതിൽ സംഘപരിവാറിനേക്കാൾ കൂടുതൽ ഊർജത്തോടുകൂടി, ആർജവത്തോടുകൂടി, കൂടുതൽ ജിജ്ഞാസയോടുകൂടി ഇറങ്ങി പുറപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഒന്ന്, പാട്ടെഴുതുന്നത് മുസ്ലിം നാമധാരിയാണെങ്കിൽ ഉടനെ മതവികാരം വ്രണപ്പെടുന്നത് സംഘപരിവാറിനല്ല, കമ്മ്യൂണിസ്റ്റുകൾക്കാണ്. ഇനി സർക്കാരിനെതിരെ വിമർശനം ഉണ്ടാവുന്നത് ഏതെങ്കിലും മുസ്ലിം പേരുള്ള ആളുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ സംഘപരിവാറിനേക്കാൾ കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത് കമ്മ്യൂണിസ്റ്റുകൾക്കാണ്. മലപ്പുറം ആകെ ഒരു ജില്ല, ആ ജില്ലയെ പറ്റി ഒരു ഈ പറയുന്ന കളർ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വർഗീയ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന ആളെ ആനയിച്ചു കൊണ്ടുപോയി നടത്തുന്നത് അതേ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആദ്യമായി ഒരു മോബ് ലിഞ്ചിങ് മധുവിന് ശേഷം ഒരുപക്ഷെ എനിക്കൊന്ന് ഈ വർഗീയത പേരിട്ട് വിളിക്കുന്ന ആദ്യത്തെ ഒരു മോബ് ലിഞ്ചിങ് ഉണ്ടായി. ഇത്രയും ദിവസമായിട്ട് സർക്കാരിന് അതിൽ എന്താണ് പറയേണ്ടത് എന്നതിൻ്റെ അകത്ത് വ്യക്തതയില്ല. ഇപ്പോ നിതിൻ കണിച്ചേരി പറയുന്നത് കേട്ടാൽ തോന്നും കോൺഗ്രസ് നാളെ രാഹുൽ ഗാന്ധി ചെന്ന് ഒരു പേന എടുത്ത് ആ പേന കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം പാലക്കാട് SP-ക്ക് ഇതിൽ BNSന്റെ വകുപ്പുകൾ ചേർക്കാനെന്ന്. നോക്കൂ, പാലക്കാട് SP-യുടെ 1, 2, 3 ദിവസത്തെ സ്റ്റേറ്റ്മെന്റുകൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മോബ് ലിഞ്ചിങ്ങിന്റെ വകുപ്പുകൾ ഉൾപ്പെടുത്തില്ല എന്നത് വ്യക്തമായിരുന്നു. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു ഇതിന്റെ പിന്നിൽ ഒരു കോമൺ ഇന്റൻഷൻ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല, അങ്ങനെ തോന്നുന്നില്ല, പെട്ടെന്നുണ്ടായ ഒരു ആക്രമണമാണ് എന്നാണ് പാലക്കാട് SP തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇതിന്റെ ഉള്ളിലെ കോമൺ ഇന്റൻഷൻ ആണ് നീ ബംഗ്ലാദേശിയാണോ എന്ന ചോദ്യം. അത് ബംഗ്ലാദേശിയാണോ എന്ന ചോദ്യമല്ല, അതിനപ്പുറത്ത് ബംഗ്ലാദേശിയാണോ എന്ന ചോദ്യത്തിന്റെ മറ്റൊരു ഭാഗം നീ മുസ്ലിമാണോ എന്നുള്ളതാണ്. മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്ന, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് നിന്ന് വന്ന, കടന്നു വന്ന മുസ്ലിമാണോ നീ എന്ന് ചോദിക്കുമ്പോൾ അപരവൽക്കരിക്കുന്ന ഒരു നിലപാട് സംഘപരിവാറിനുണ്ട്. അതിനെയാണ് കൃത്യമായി ചോദ്യം ചെയ്യേണ്ടത്. അതിനെയാണ് കൃത്യമായി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അഡ്രസ് ചെയ്യപ്പെടേണ്ടത്. ഈ വിഷയം കൊണ്ട് ഇവർ ഒരുക്കിയിരിക്കുന്ന നിലകൾ പൂർണ്ണമായും തരിശുഭൂമിയായി പോകുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ തരിശുഭൂമിയായി പോകണമെങ്കിൽ അതിൽ കൃത്യമായ ജനാധിപത്യ ഇടപെടൽ ഉണ്ടാവണം. എന്റെ നിഷാദിന്റെ, നിതിൻ കണിച്ചേരിയുടെ, മിഥുൻ വിജയകുമാറിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് ആ കൃത്യമായ ഇടപെടൽ ഉണ്ടാവണം. വലുതും സവിശേഷവുമായ പ്രതിരോധം ഉണ്ടാവണമെന്നാണ്. അല്ല മിഥുൻ, അങ്ങനെ കേരളത്തിൽ ഇപ്പോ ഈ ഉണ്ടായിരിക്കുന്നത് ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാണ് അപ്പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ. നമ്മൾ ഏതെല്ലാം നാടുകളിൽ പോയിട്ട് കേരളം ഉണ്ടാക്കിയ മനുഷ്യന്മാരാണ്. അപ്പോൾ നമുക്ക് ഒരു നിലയ്ക്കും ഇവിടെ വരുന്ന ആൾക്കാരോട് അങ്ങനെ ഒരു വിവേചന സമീപനം എടുക്കാൻ റൈറ്റ് ഇല്ല എന്ന കാര്യം കാണണം. പക്ഷെ നമുക്ക് ആ പ്രശ്നമുണ്ട്. ബംഗാളിയാണോ ബംഗ്ലാദേശിയാണോ എന്ന് പറഞ്ഞ ചോദ്യം, അതിനെ ചൊല്ലിയുള്ള ഈ പരിഹാസങ്ങൾ, മാറ്റി നിർത്തലുകൾ ഫൈനലി അവരെ നമ്മൾ അടിച്ചു കൊല്ലാനും തുടങ്ങിയിരിക്കുന്നു. സത്യത്തിൽ ഈ ഹെയ്റ്റ് കാര്യമായിട്ട് നമ്മളെ പിടികൂടിയിട്ടുണ്ട് എന്ന അഭിപ്രായമുണ്ടോ?
നിഷാദ്, ഞാനിതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ ആയ എന്റെ വോയിസ് എക്കോ ആവുന്നുണ്ട്. ഞാനിതിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ ആണ് നിഷാദ് കാണുന്നത്. അല്ലാതെ ഇതിലൊരു ഐഡിയോളജിയെ കുറിച്ചാണ് താങ്കൾ സംസാരിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ മധുവിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് കേരളത്തിൽ നടന്നിട്ടുള്ള മോബ് ലിഞ്ചിങ് ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഈ ജോൺ വാൾജോന്റെ ഒക്കെ കഥകളാണ് ഓർമ്മ വരുന്നത്. അപ്പം ആ രീതിയിലുള്ള ഐഡിയോളജിയാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എക്സ്ട്രീം ഐഡിയോളജിയാണോ? എല്ലാ രീതിയിലുള്ള ഐഡിയോളജിക്കൽ എക്സ്ട്രീമിസവും നമ്മൾ എതിർക്കേണ്ടത് തന്നെയാണ്. ഞാൻ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ ചൂണ്ടിക്കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ മധുവിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ എത്ര തവണ പബ്ലിക് പ്രോസിക്യൂട്ടർ മാറിയിട്ടുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ 2018, 2019 ആ ഒരു കാലഘട്ടത്തിൽ പി ഗോപിനാഥ് എന്ന് പറഞ്ഞൊരു SSP വരുന്നു. അദ്ദേഹത്തിനെ പിന്നെ എന്താ പറയാ, അദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്യുന്നു. പക്ഷേ ഫീസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട്, അല്ലെ പേയ്മെന്റ് ഇഷ്യൂസിന്റെ ഡിസ്പ്യൂട്ട് വന്നുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ നെഗ്ലക്ട് കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നതുകൊണ്ട് പ്രോസിക്യൂട്ടർ മാറുന്നു. പിന്നെ അടുത്ത പ്രോസിക്യൂട്ടർ വരുന്നു ഫേസ് 2 2019 മുതൽ 22 വരെ. അദ്ദേഹം എന്തെങ്കിലും ഹെൽത്ത് റീസൺസ് പറഞ്ഞിട്ട് അദ്ദേഹം മാറുകയായിരുന്നു. പിന്നെ ഉള്ളത് മധുവിന്റെ അമ്മയുടെ പ്രൊട്ടസ്റ്റ് ആയിരുന്നു. കാരണം ഈ പറഞ്ഞ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന്, അതായത് അവർക്ക് വളരെ സോഫ്റ്റ് ആണ്, അക്യൂസിന്റെ കാര്യത്തിൽ വളരെ സോഫ്റ്റ് ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മധുവിന്റെ അമ്മ നേരിട്ട് പ്രൊട്ടസ്റ്റിന് വരുന്നു. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയേഴ്സ് ഇങ്ങനത്തെ കേസസിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവിടെ ജാർഖണ്ഡിൽ തബ്രേസ് അൻസാരി കൊല്ലപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുകയും നിയമസഭയിൽ പ്രമേയം പാസ്സാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാല്, ഇവിടെ മധു കൊല്ലപ്പെട്ട് 1 വർഷം കഴിഞ്ഞാണ് നമ്മൾ ഈ ഒരു പ്രമേയം പാസ്സാക്കുന്നത്. ഈ പ്രമേയം പാസ്സാക്കുന്നതിന്റെ ഏതാനും കുറച്ച് സമയം മുമ്പാണ് മാണിക് റോയ് കൊല്ലപ്പെട്ടത്, കോഴിയെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് തല്ലിക്കൊന്നത്. രാജേഷ് മാഞ്ചിയെ അത് കഴിഞ്ഞിട്ടാണ് 2023 കൊല്ലുന്നത്. ജയസിദ്ധാർത്ഥനെ 2024 കൊല്ലുന്നത്. ഇപ്പൊ രാംനാരായൺ ഭാഗ്യൽ മരിച്ചിട്ടുണ്ട് 2025. അപ്പൊ നിങ്ങൾ ഇതിന് ഏതെങ്കിലും ഒരു ഐഡിയോളജിക്ക് ചാർത്തി കൊടുത്ത് ഇവരെങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയേഴ്സിന് രക്ഷപ്പെടാൻ വേണ്ടി അനുവദിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് എല്ലാ കാലത്തും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും കേരളത്തിലെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം ഉത്തരേന്ത്യയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഈ മോബ് ലിഞ്ചിങ്ങിന്റെ കൾച്ചർ ഇപ്പം തുടങ്ങിയതല്ല, അല്ലെങ്കിൽ ഈ RSS പ്രചരിപ്പിച്ചു വിടുന്ന ഒരു കാര്യമല്ല. കേരളാഞ്ചി മസാക്കർ, ഈ പറഞ്ഞ പോലെ മഹാരാഷ്ട്രയിലെ അന്ന് അപ്പർ ക്ലാസ്സിൽപ്പെട്ട ആളുകൾ ഈ എന്താ പറയാ ബോട്ട് മാങ്കെ എന്ന് പറഞ്ഞ ദലിത് കുടുംബത്തിലെ ആളുകളെ വസ്ത്രം ഉരിഞ്ഞിട്ട് പരേഡ് ചെയ്യിച്ച് തല്ലിക്കൊന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് കോൺഗ്രസ് NCP കോalitionാണ് ഭരിക്കുന്നത്. ഹരിയാനയിൽ ഭൂപേന്ദ്ര സിംഗ് ഹൂഡ ഭരിക്കുന്ന സമയത്ത് വാൽമീകി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെ കത്തിച്ചു കൊന്ന സംഭവങ്ങളുണ്ട്. എത്രയോ അങ്ങനെ എന്താ പറയാ മിർച്ച്പൂർ ദലിത് കില്ലിങ്സ് എത്രത്തോളം നമ്മൾ എന്താ പറയാ പേടിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു ഇതൊക്കെ. ഈ പറഞ്ഞ ആസാമില് ഒരു കുട്ടിയെ ജാങ്കർ സൈക്കിയ എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ, സ്റ്റുഡന്റിനെ അച്ഛന്റെ മുന്നിൽ വെച്ചിട്ട് തല്ലിക്കൊന്നു. ഈ പറഞ്ഞ ബ്രൂട്ടാലിറ്റി നമ്മൾ എത്രയോ കണ്ടതാണ്. 2012 ഐഡിയോളജിക്കൽ സംഗതി നമ്മൾ സീരിയസ് ആയി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നങ്ങളും ഉണ്ട്. അതിനകത്ത് നിതിൻ കാണിച്ചേരി അല്ല, ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. നാഷണൽ ക്രൈം റെക്കോർഡ്സിന്റെ കണക്ക് പ്രകാരം 2004 2012 ഇടയിൽ 1500 2000 സ്ത്രീകളെ വിച്ച് ക്രാഫ്റ്റ് ആരോപിച്ച് തല്ലിക്കൊന്നിട്ടുണ്ട്, കത്തിച്ചു കൊന്നിട്ടുണ്ട്. അങ്ങനത്തെ കേസുകൾ നടന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ മോബ് ലിഞ്ചിങ് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ബ്രൂട്ടാലിറ്റി നമ്മൾ ആൾക്കൂട്ടക്കൊല രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായതിനു ശേഷമാണല്ലോ BNSൽ ഈ മാറ്റം കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ആ വകുപ്പ് കൊണ്ടുവരേണ്ട കാര്യം പോലും ഇല്ല. ആ വകുപ്പ് ഇടണം എന്ന് തന്നെയാണോ നിങ്ങളുടെ അഭിപ്രായം, CPMന്റെ അഭിപ്രായം? തീർച്ചയായും അത് പോലീസ് അന്വേഷണം നടത്തി ആ വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കാര്യത്തിൽ ചേർക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത് വളരെ ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും അല്ലെങ്കിൽ ഇതിനോടൊപ്പം പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ, അവിടെ വന്നിട്ടുള്ള ദൃക്സാക്ഷികളുടെ എല്ലാം മൊഴികളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞ ഒരു RSSന്റെ അല്ലെങ്കിൽ RSS കഴിഞ്ഞ കുറേ കാലമായി, കഴിഞ്ഞ 2-3 പതിറ്റാണ്ടായി ഇന്ത്യയിൽ ആധിപത്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു RSSന്റെ ഒരു സമീപനമുണ്ട്, ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഒരു വിദ്വേഷ രാഷ്ട്രീയമാണ്. അത് ഇസ്ലാം മതത്തിനെതിരായി, ദളിതുകൾക്കെതിരായി, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ അയൽ രാജ്യങ്ങൾക്ക് അവിടെ നിന്നുള്ള ആളുകൾക്കൊക്കെ എതിരായി ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ വിദ്വേഷ രാഷ്ട്രീയം ഏതാണ്ടൊരു ഭ്രാന്തമായി തലയ്ക്ക് പിടിച്ചിട്ടാണ് RSSന്റെ BJPയുടെ അണികളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ പോലും ഇപ്പോൾ വലത് നിരീക്ഷകൻ എന്ന മേലങ്കി അണിഞ്ഞ് ഇപ്പോൾ ഇരിക്കുന്നത് RSS എന്ന് പറയാൻ അല്ലെങ്കിൽ അതിന് ഇപ്പം പാകമായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇവരുൾപ്പെടെ ഒരു ആധിപത്യം നേടുന്ന സ്ഥിതിയിലേക്ക് വന്നാൽ ഇവരായിരിക്കും ആദ്യത്തെ ഈ വംശീയ വിദ്വേഷത്തിൻ്റെ പ്രചാരകരും കുന്തവനകളുമായി മാറുന്നത് എന്ന് എത്രയോ ചരിത്രം നമ്മുടെ മുമ്പിലുള്ളതാണ്. കേരളത്തിൽ അത് ആവർത്തിക്കാതിരിക്കാനാണ് നമ്മൾ എല്ലാവരും പരിശ്രമിക്കുന്നത്. ശരി, താങ്ക് യു നിതിൻ കാണിച്ചേരി. ഒപ്പം മിഥുൻ വിജയകുമാർ വസന്തി ചർച്ചയിൽ പങ്കെടുത്തു.